വെൽക്കം ബാക്ക് ടു യൂണിവേഴ്സൽ ലൈവ് ക്ലാസ്സസ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രി ആണ്. ഫിസിക്കൽ കെമിസ്ട്രിയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ് ഇലക്ട്രോ കെമിസ്ട്രി. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനു മുമ്പ് തന്നെ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ പ്രൊവൈഡ് ചെയ്യുന്ന വേരിയസ് കോഴ്സസിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കാം, നമുക്ക് നീറ്റിന് ആസ്പയർ ചെയ്യുന്ന +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നീറ്റ് ക്രാഷ് ബാച്ചുകൾ 20th മാർച്ചിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേമാതിരി കീമിൻ്റെ ക്രാഷ് ബാച്ചുകൾ 27th മാർച്ചിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേമാതിരി നിങ്ങൾക്ക് ഈ പ്രാവശ്യം നല്ല റാങ്ക് ഇല്ലെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, JEE-നോ അല്ലെങ്കിൽ നീറ്റിനോ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ JEE നീറ്റ് റിപ്പീറ്റേഴ്സ് ബാച്ച് June 1 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ നിങ്ങൾക്ക് 10th കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അവർക്ക് +1 +2ൻ്റെ കൂടെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് എൻട്രൻസ് കോച്ചിങ് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി യൂണിവേഴ്സലിലെ പബ്ലിക് സ്കൂളുകൾ, ദാറ്റ് ഈസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകളുണ്ട്. അതേമാതിരി തന്നെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എന്തുണ്ട്, ഓൺലൈൻ JEE ബാച്ചുകളുണ്ട്. നിങ്ങൾ ഒരു JEE ആസ്പിരൻ്റ് ആണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്, +1 +2 ഹോളിഡേ ബാച്ചുകളും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സ്കോളർഷിപ്പോട് കൂടി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ ഉണ്ട്. ഈ എക്സാം അറ്റൻഡ് ചെയ്യുകയും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കോട് കൂടി എന്ത് ചെയ്യുക, ഈ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പോട് കൂടി ഇവിടെ പഠിക്കാൻ സാധിക്കുന്നതാണ്. ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് 2 April 2025 ആണ്. ഓർത്ത് വെക്കുക. നിങ്ങൾ അനുജന്മാരും അനുജത്തിമാരോട് നിങ്ങളിത് ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിക്കുക, അതാണ് ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമ്മൾ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദ ഇന്റർകൺവേർഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ആൻഡ് കെമിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആക്കാനും അതേമാതിരി കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയും ആക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി, അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ. ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാറുണ്ട്? ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇറ്റ് ഈസ് 2 കാര്യങ്ങൾ ഇലക്ട്രോ കെമിസ്ട്രി വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് എ പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഫ്രം എനർജി റിലീസ്ഡ് ഡ്യൂറിങ് സ്പോണ്ടേനിയസ് കെമിക്കൽ റിഡോക്സ് റിയാക്ഷൻ. ഒരു സ്പോണ്ടേനിയസ് ആയ കെമിക്കൽ റിയാക്ഷൻ നടത്തിക്കൊണ്ട് അതിൽ നിന്ന് ഉണ്ടാകുന്ന കെമിക്കൽ എനർജി, റിലീസ് ചെയ്യുന്ന കെമിക്കൽ എനർജിയെ നമ്മൾ എന്താക്കി മാറ്റും, ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റും. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ ഗതിയിൽ ബാറ്ററിയിലൊക്കെ കാണുന്നത്. ഇങ്ങനത്തെ സെല്ലുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗാൽവനിക് സെൽ എന്നൊക്കെ വിളിക്കുന്നത്. അതേമാതിരി രണ്ടാമത് നമുക്ക് പറയാൻ പറ്റും, നോൺ സ്പോണ്ടേനിയസ് ആയ റിയാക്ഷനെ നമുക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തുകൊണ്ട് ആ റിയാക്ഷൻസ് നടത്താൻ പറ്റും. ദാറ്റ് ഈസ് ദ യൂസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നോൺ സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷനെ കൊണ്ട് നടത്താൻ സാധിക്കും. അതാണ് അങ്ങനത്തെ സെല്ലുകളെ നമ്മൾ എന്ത് വിളിക്കുക, ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ കാര്യമായി പഠിക്കാനുള്ളത് പിന്നെ ഗാൽവനിക് സെല്ലും അതേമാതിരി ഇലക്ട്രോലൈറ്റിക് സെല്ലും ഒക്കെയാണ് ഇതിൽ കാര്യമായി പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. ഇലക്ട്രോകെമിക്കൽ സെൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ് ടു കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി ആൻഡ് വൈസ് വേഴ്സ. അതായത് കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജിയും ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയും ആക്കി മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെല്ലുകളെയാണ് നമ്മൾ വിളിക്കുക ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ എന്ന് വിളിക്കുക. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നമുക്ക് പറയാൻ പറ്റും, ഒന്ന് ഗാൽവനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടൈക് സെല്ലാണ്. രണ്ടാമത്തെ നമുക്ക് പറയാൻ പറ്റും ഇലക്ട്രോലൈറ്റിക് സെല്ലും എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിൽ തന്നെ ഗാൽവനിക് സെൽ എന്ത് ചെയ്യും, ഒരു കെമിക്കൽ എനർജി എന്താക്കി മാറ്റും, ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റും. അതേമാതിരി ഇലക്ട്രോലൈറ്റിക് സെല്ലാണെങ്കിൽ എന്ത് ചെയ്യും, ഇലക്ട്രിക്കൽ എനർജിയെ എന്താക്കി മാറ്റും, കെമിക്കൽ എനർജിയായി മാറ്റുന്നതായി കാണാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പറയാൻ പോകുന്നത് ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ ഇതാണ്, വർക്കിംഗ് ആണ്. ഇനി ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ വർക്കിംഗ് പറയുമ്പോൾ നമ്മൾ കണ്ടു 2 ടൈപ്പ് സെല്ലുകളുണ്ട്. ഒന്ന് ഗാൽവനിക് സെല്ലും അതേമാതിരി രണ്ടാമത് നമ്മൾ കണ്ടത് ഇലക്ട്രോലൈറ്റിക് സെല്ലും. അതിൽ ഗാൽവനിക് സെല്ലിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളൊരു സ്പോണ്ടേനിയസ് ആയ റിയാക്ഷൻ നടത്തും. അയാളുടെ ΔG എന്തെങ്കിലും നെഗറ്റീവ് വെക്കലും ഇങ്ങനത്തെ സ്പോണ്ടേനിയസ് റിയാക്ഷനിൽ നിന്ന് റിലീസ് ചെയ്യുന്ന കെമിക്കൽ എനർജി ഇങ്ങനത്തെ ഇവിടെ നിന്ന് റിലീസ് ചെയ്യുന്ന കെമിക്കൽ എനർജി ഉണ്ടല്ലോ, ആ കെമിക്കൽ എനർജിയെ ഒരു ഗാൽവനിക് സെല്ല് എന്ത് ചെയ്യും, ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യും. അതേമാതിരി രണ്ടാമത്തെ ടൈപ്പ് സെല്ലാണ് ഇലക്ട്രോലൈറ്റിക് സെല്ല്. അവിടെ ഒരു നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ഉണ്ടാകുക, ദാറ്റ് ഈസ് ΔG > 0 ഇക്കാരും. അവിടെ നമ്മൾ എന്ത് ചെയ്യും, ആ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കെമിക്കൽ എനർജി റിലീസ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, കെമിക്കൽ എനർജി നടത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതാണ്. ഇനി നമുക്ക് ഗാൽവനിക് സെല്ല് അല്ലെങ്കിൽ വോൾട്ടൈക് സെല്ല് എന്ന് പറയുമ്പോൾ ജസ്റ്റ് സിമ്പിളായ ഏറ്റവും എളുപ്പമുള്ള സെല്ലാണ് നമുക്കറിയാം, ഡാനിയൽ സെൽ. ഓക്കെ, നമ്മളിവിടെ പറയാൻ പോകുന്ന ഏത് സെല്ലാണ്, ഡാനിയൽ സെല്ലാണ് പറയാൻ പോകുന്നത് അല്ലേ. ഡാനിയൽ സെല്ലിൽ നമുക്കറിയാം സിങ്കും കോപ്പറും ഉള്ള ഒരു സെല്ലാണ് ഡാനിയൽ സെൽ അല്ലെങ്കിൽ ഡാനിയൽ സെൽ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ ഇവിടെ നമ്മൾ ഗാൽവനിക് സെല്ലിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഡാനിയൽ സെല്ല്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത, നമുക്ക് കാണാൻ പറ്റും ഒരു സിങ്ക് റോഡ് അല്ലേ, സിങ്ക് മെറ്റൽ റോഡ് നമ്മൾ എന്ത് ചെയ്യും, സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേമാതിരി കോപ്പർ റോഡ് എന്ത് ചെയ്തിട്ടുണ്ട്, കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരെ കണക്ട് ചെയ്തിട്ട് ഒരു വയറുണ്ട്, ഇവരെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു വോൾട്ട് മീറ്റർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഇടയിൽ സർക്യൂട്ട് കംപ്ലീറ്റ് ആകാൻ വേണ്ടി നമ്മൾ എന്ത് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു സാൾട്ട് ബ്രിഡ്ജ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇവിടെ കാണുന്ന റിയാക്ഷൻ, അതായത് ഈ സൈഡ് ഈ സൈഡിൽ നിന്ന് ദാറ്റ് ഈസ് ഈ ഭാഗം ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഇലക്ട്രോൺ നമ്മൾ വിളിക്കുന്ന പേരാണ് ആനോഡ് എന്നും റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഇലക്ട്രോൺ വിളിക്കുന്ന പേരാണ് കാത്തോഡ്. ഇവിടെ എന്ത് സംഭവിക്കും, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്, ഇവിടെയുള്ള സിങ്ക് എന്ത് ചെയ്യും,
ഇവിടെയുള്ള സിങ്ക് എന്ത് ചെയ്യും? ഈ സിങ്ക് ഇലക്ട്രോഡിൽ നിന്ന് സെഡ് എന്ന് എന്തായി മാറും? Zn 2++2 ഇലക്ട്രോണായിട്ട് റിലീസ് ചെയ്യും. അങ്ങനെ ഇവിടെ എന്ത് ചെയ്യും? Zn2+ന് കോൺസെൻട്രേഷൻ ഈ സൈഡിൽ എന്ത് ചെയ്യും? കൂടുന്നതാണ്. ദാറ്റ് ഈസ് ഇവിടെ ഓക്സിഡേഷൻ ഉണ്ടാവും. ഈ സൈഡിൽ ഓക്സിഡേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് ഇവിടെ എന്ത് വിളിക്കാം? നമ്മളെ ഓക്സിഡേഷൻ ഹാഫ് സെൽ. ദാറ്റ് ഈസ് ആനോഡിൽ എപ്പോഴും എന്താ ഉണ്ടാകുക? ഓക്സിഡേഷൻ ഉണ്ടാകുക എന്ന് പറയാൻ പറ്റും. അതേമാതിരി തന്നെ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ കോപ്പർ സൾഫേറ്റിൽ ഇവിടെയുള്ള കോപ്പർ 2+ ഇല്ലേ? ഈ കോപ്പർ 2+ 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തുകൊണ്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് കോപ്പർ 2++ 2 ഇലക്ട്രോൺ ഗീവ്സ് എന്താ? കോപ്പർ സോൾട്ട്. ഓക്കെ, കാത്തോഡിൽ എന്താ ഉണ്ടാകുക? റിഡക്ഷൻ ഉണ്ടാകുക. അപ്പോൾ ഓർത്ത് വെക്കണം, ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷനും അതേമാതിരി കാത്തോഡിൽ എപ്പോഴും എന്താ ഉണ്ടാകുക? റിഡക്ഷൻ ആണ് ഉണ്ടാകുക. ഓക്കെ, അത് കാരണം ഇവിടെ സെഡ് എന്ത് ചെയ്യും? ഇവിടെ Zn2+ റിലീസ് ചെയ്തിട്ട് 2 ഇലക്ട്രോൺ ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്തിട്ട് ഇലക്ട്രോൺ എങ്ങോട്ട് പാസ് ചെയ്യും? ആനോഡിൽ നിന്ന് കാത്തോഡിലോട്ട് പാസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് കറന്റ് ഡയറക്ഷൻ എങ്ങനെയൊക്കെയാണ്? ഇലക്ട്രിക് കറന്റ് ഡയറക്ഷൻ ഇറ്റ് വിൽ ബി ഫ്രം കാത്തോഡ് ടു ആനോഡ് എന്ന് ഓർത്ത് വെക്കുക. ഇനി ഈ 2 ഹാഫ് റിയാക്ഷൻസ് നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ കിട്ടും. അതാണ് ഇവിടെ കാണുന്നത്. സിങ്ക് സോളിഡ് പ്ലസ് കോപ്പർ സൾഫേറ്റ് അക്യൂസ് ഗിവ്സ് സിങ്ക് സൾഫേറ്റ് അക്യൂസ് പ്ലസ് കോപ്പർ സോളിഡ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട സംഭവമാണ് ഇലക്ട്രോൺ ഫ്ലോ എവിടുന്ന് എങ്ങോട്ടാണ് അല്ലേ? ഇലക്ട്രോൺ ഫ്ലോ എവിടുന്ന് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഫ്രം ആനോഡ് ടു കാഥോഡാണ് അല്ലേ? അതേമാതിരി തന്നെ നമ്മൾ പറയുമ്പോൾ നമുക്ക് അടുത്ത പറയാൻ പറ്റുന്ന സംഭവമാണ് അതേമാതിരി കറണ്ട് ഫ്ലോ പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും കറണ്ട് ഫ്ലോ വരുന്നുണ്ടാകുക കാത്തോഡ് ടു ആനോഡ്. കറണ്ട് ഫ്ലോ സി എന്ന് ഓർത്താൽ മതി. അതിപ്പോൾ എങ്ങോട്ടുണ്ടാകുക? കാത്തോഡ് ടു ആനോഡ് ഉണ്ടാകുക. അതേമാതിരി ആനോഡിൻ്റെ പൊളാരിറ്റി നെഗറ്റീവാണ് വരിക. ഡാനിയൽ സെല്ലിൽ അല്ലെങ്കിൽ ഗാൽവനിക് സെല്ലിൽ കാത്തോഡിൻ്റെ പൊളാരിറ്റി എപ്പോഴും എന്താ വരിക? പോസിറ്റീവാണ് വരിക. നമുക്ക് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഇത് കാരണം ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് അത് കാരണം ഇവിടെ എന്ത് സംഭവിച്ചു? ഇലക്ട്രിക്കൽ എനർജി ഉണ്ടായി. ഒരു സ്പോണ്ടേനിയസ് ആയ കെമിക്കൽ റിയാക്ഷൻ നടത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇലക്ട്രിക്കൽ എനർജി റിലീസ് ചെയ്തതായി നമുക്ക് കാണാൻ പറ്റും. അത് ആ ഇലക്ട്രിക് കറണ്ടാണ് നമ്മൾ വേറെ യൂസ്ഫുൾ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻ ബാറ്ററീസിലൊക്കെ അങ്ങനെ കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ ഇവർ ജസ്റ്റ് സൂചിപ്പിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ്. അതായത് 2 ഹാഫ് സെല്ലുകളുണ്ട്. അതിൽ മെറ്റൽ റോഡ്സ് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അവർ മെറ്റൽ സൊല്യൂഷനാണ് ഡിപ്പ് ചെയ്തത്. ഈ മെറ്റൽ റോഡുകൾ നമുക്ക് ഇലക്ട്രോഡ്സ് എന്ന് വിളിക്കാൻ പറ്റും. അതേമാതിരി സൊല്യൂഷനെ സെപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സാൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. ഒരു സെല്ലിൽ ഓക്സിഡേഷൻ നടക്കും, വേറെ സെല്ലിൽ റിഡക്ഷൻ നടക്കും. ഓക്സിഡേഷൻ നടക്കുന്ന ഹാഫ് സെല്ലിൽ നമ്മൾ ആനോഡ് എന്ന് വിളിക്കും. റിഡക്ഷൻ നടക്കുന്ന ഹാഫ് സെല്ലിൽ നമ്മൾ കാത്തോഡ് എന്ന് വിളിക്കും. ഇലക്ട്രോൺ ആനോഡിൽ നിന്ന് കാത്തോഡിൽ ാണ് ട്രാവൽ ചെയ്യുക. അതേമാതിരി കറണ്ട് ഏത് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുക? കറണ്ട് കാത്തോഡിൽ നിന്ന് ആനോഡിലേക്കാണ് ഫ്ലോ ചെയ്യുക. അതേമാതിരി ആനോഡ് നെഗറ്റീവ് ചാർജ് ആണ്, കാത്തോഡ് പോസിറ്റീവ് ചാർജ് ആണ്. ഡാനിയൽ സെല്ലിൽ സിങ്ക് ആണ് ആനോഡ്, കോപ്പർ ആണ് കാത്തോഡ്. ഇതൊക്കെ നമ്മൾ കണ്ട കാര്യമാണ് ഇല്ലേ? അതേമാതിരി ഈ സെല്ല് എന്ത് കൺവേർട്ട് ചെയ്യും? കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്യും. അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകും. ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1.1 വോൾട്ട് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്ത് വെക്കണം. ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ സിങ്ക് ആണ് എന്ത്? കാത്തോഡ് എന്നും അതേമാതിരി ഇവിടെ കോപ്പറാണ് ആനോഡെന്നും ഓർത്ത് വെക്കണം. അപ്പോൾ ആ 2 കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്. ഇനി നമുക്കത് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു നൊട്ടേഷൻ നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. ദാറ്റ് ഈസ് ഇങ്ങനത്തെ ഒരു നൊട്ടേഷൻ LOAN അല്ലേ? ലോൺ എന്ന് ഓർത്ത് വെച്ചാൽ മതി. LOAN ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിലുള്ളത് അല്ലേ? ലെഫ്റ്റിലുള്ളത് അതായത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അവിടെ ഓക്സിഡേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ആനോഡേക്കാരും അയാളെ ചാർജ് എന്തെങ്കിലും നെഗറ്റീവ് പോളാരിറ്റി ആയിരിക്കും. അപ്പോൾ LOAN എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓർത്ത് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഗാൽവനിക് സെല്ലിൽ നമുക്ക് തെറ്റ് പറ്റാൻ സാധ്യതയില്ല. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയ സെല്ലാണ് ഇലക്ട്രോലൈറ്റിക് സെല്ല്. ഓക്കെ, ഇതേ സെല്ലിൽ നമ്മൾ ഒരു എക്സ്റ്റേണൽ ബാറ്ററി കണക്ട് ചെയ്തു. ഓക്കെ, ഒരു എക്സ്റ്റേണൽ ബാറ്ററി നമ്മൾ കണക്ട് ചെയ്തിട്ട് ഒരു എക്സ്റ്റേണൽ ബാറ്ററി നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ സെല്ലിൻ്റെ വോൾട്ടേജ് നമുക്കറിയാം ഇറ്റ് ഈസ് 1.1 വോൾട്ടാണ്. നിങ്ങൾ 1.1 വോൾട്ടിനെക്കാട്ടിലും കുറഞ്ഞ ഒരു വോൾട്ടേജ് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റിൽ ആക്ട് ആസ് എ ഡാനിയൽ സെൽ. അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾ 1.1 വോൾട്ട് കറക്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? കറണ്ട് ഫ്ലോ സ്റ്റോപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവില്ല, റിയാക്ഷൻ ഉണ്ടാവില്ല എന്നൊക്കെ പറയാൻ പറ്റും. എന്നാൽ നിങ്ങൾ 1.1 വോൾട്ടിന് ഗ്രേറ്റർ അല്ലേ കൂടുതൽ വോൾട്ടേജ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാകും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ആനോഡിൽ നിന്ന്
കാത്തോഡ്ക്ക് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇങ്ങനെ ഫ്ലോ ചെയ്യും. ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ എന്താ, നമ്മൾ റിയാക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആകും. ഓപ്പോസിറ്റ് ആകുക എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ എന്ത് സംഭവിക്കും, ഇവിടെ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഈ കോപ്പർ, ഇവിടെയുള്ള കോപ്പർ എന്ത് ചെയ്യും, Cu2++2 ഇലക്ട്രോൺ ആയിട്ട് ഇവിടെ കോപ്പർ ഇവിടെ ഡിസോൾവ് ചെയ്യും അല്ലേ. കോപ്പർ എന്ത് ചെയ്യും, ഇവിടെയുള്ള കോപ്പർ എന്ത് ചെയ്യും, Cu2++2 ഇലക്ട്രോൺ ആയിട്ട് ഇവിടെ ഡിസോൾവ് ചെയ്യുകയും ഈ ഇലക്ട്രോൺ ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയും ഇവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കും, Zn എന്ത് ചെയ്യും, ഇവിടെയുള്ള സൊല്യൂഷനിലുള്ള Zn2+ 2 ഇലക്ട്രോണെ അബ്സോർബ് ചെയ്തിട്ട് സിങ്ക് ഇവിടെ എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യും. നേരെ ഓപ്പോസിറ്റായി മാറും. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്, ഇവിടെ കാത്തോഡിൻ്റെ സൈന് പോസിറ്റീവ് ആയിരിക്കും, ആനോഡിൻ്റെ സൈൻ ഇവിടെ എന്തെങ്കിലും നെഗറ്റീവ് ആയിരിക്കും. കാരണം ഇവിടെ പോസിറ്റീവ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ പോസിറ്റീവ് ആകും, ഇവിടെ നെഗറ്റീവ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജായി വരുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഓർത്ത് വെക്കേണ്ട സംഭവം കാത്തോഡ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നിങ്ങൾ ഓർക്കുക, കാത്തോഡ് എന്ന് പറഞ്ഞാൽ എന്ത് സൈനേക്കാരം, ഇറ്റ് വിൽ ബി കാത്തോഡ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നമ്മളിങ്ങനെ പറയും, ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ഓക്കെ, ഇവിടെ പൊളാരിറ്റി മാറും. ഓക്കെ, ഇവിടെ നമ്മൾ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ, ഇത് ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്, ഇത് ഇലക്ട്രോ കെമിക്കൽ സെൽ, ഇത് ഗാൽവനിക് സെല്ലാണ്. ഇത് ഇലക്ട്രോലൈറ്റിക് സെല്ലായി മാറുമ്പോൾ കാത്തോഡിൻ്റെയും, ഓക്കെ, ഇവിടെ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഇത് ഇപ്പോൾ ഈ കാണുന്ന സെല്ല് എന്താ തന്നെയാണ്, ഇലക്ട്രോ കെമിക്കൽ സെല്ല് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഗ്രേറ്റർ ദാൻ 1.1 വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ പൊളാരിറ്റി മാറുന്നതായി കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഇവിടുത്തെ പൊളാരിറ്റി എന്ത് ചെയ്യും, കാത്തോഡിൻ്റെ സൈൻ എന്തായി മാറും, ഇവിടെ കാത്തോഡിൻ്റെ സൈന് ഇലക്ട്രോലൈറ്റിക് സെല്ലായി മാറുമ്പോൾ ഇവിടെ കാത്തോഡിൻ്റെ സൈന് നെഗറ്റീവും അതേമാതിരി ഇവിടെ ആനോഡിൻ്റെ സൈൻ എന്തായി മാറും, പോസിറ്റീവും ആയി മാറുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ കാത്തോഡിന് നെഗറ്റീവ് ചാർജ് ആകാനുള്ള കാരണം എന്താ, അങ്ങോട്ടാണ് എന്ത് പോവുക, പോസിറ്റീവ് ചാർജുള്ള കാറ്റോൺ പോകുക. അതുകൊണ്ടാണ് അവർ കാത്തോഡ് എന്ന് വിളിക്കാൻ കാരണം. ഓക്കെ, ആനോഡ് എന്ന് വിളിക്കാൻ കാരണം എന്താ, നെഗറ്റീവ്ലി ചാർജുള്ള ആനോഡ്ക്കാണ് പോവുക. അപ്പോൾ ഇലക്ട്രോലൈറ്റിക് സെല്ലിലും ഗാൽവനിക് സെല്ലിലും നിങ്ങൾ ഓർത്ത് വെക്കണം, എല്ലാം ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഗാൽവനിക് സെല്ലിലാണെങ്കിൽ ആനോഡ് നെഗറ്റീവ് ആണെങ്കിൽ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ആനോഡ് എന്തെങ്കിലും പോസിറ്റീവ് ആയിരിക്കും എന്നൊക്കെ ഓർത്ത് വെക്കുക. ഇനി ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെ പ്രത്യേകത എന്താ, ദറ്റ് ഈസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇഫ് ആൻ external opposite potential is applied in the dinyl cell which is more than 1.1 volt, electrons start to flow from copper to zinc. നേരെ ഓപ്പോസിറ്റ് ആകും. ഇവിടെ zinc ions would deposit on the zinc electron and copper electrode dissolves. Okay, this is an electrolytic cell where electrical energy carries out non-spontaneous chemical reaction. ഒരിക്കലും zinc എന്ത് ചെയ്യുന്നില്ല, zinc ഡിസോൾവ് ചെയ്യാൻ ആഗ്രഹിക്കണം, പക്ഷേ ഇവിടെ zinc ഡെപ്പോസിറ്റ് ചെയ്യുകയും കോപ്പർ ഡിസോൾവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു നോൺ സ്പോണ്ടേനിയസ് ആയ റിയാക്ഷനെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നടത്തുന്ന റിയാക്ഷൻ, അതാണ് ശരിക്കും ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി എന്താണ് ഇവിടെ സാൾട്ട് ബ്രിഡ്ജിൻ്റെ ഫംഗ്ഷന്? സാൾട്ട് ബ്രിഡ്ജ് എന്നാൽ ഒരു യു ഷേപ്പ് അല്ലേ. സാൾട്ട് ബ്രിഡ്ജ് എന്നാൽ ഒന്നുമില്ല, ഒരു യു ഷേപ്ഡ് കണ്ടെയ്നറിൽ നമ്മൾ യു ഷേപ്ഡ് ഗ്ലാസ് വെസലാണ്. ആ ഗ്ലാസ് വെസൽ നമ്മൾ എന്ത് ചെയ്യും, ഇനേർട്ടായ ഇലക്ട്രോലൈറ്റ്സ് ആയ KClO, KNO3, NH4NO3 ഒക്കെ ആഡ് ചെയ്യും. അകാറിൽ മിക്സ് ചെയ്ത് ആഡ് ചെയ്യും. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഏതൊരു ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ KCl യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ K+ൻ്റെയും Cl-ൻ്റെയും അയോണിക് മൊബിലിറ്റി എന്താകണം, സെയിം ആകണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് ഇലക്ട്രോലൈറ്റ് ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്ത് ചെയ്യാം, അയോണിക് മൊബിലിറ്റി ഓഫ് ഹിസ് കാറ്റയോൺസ് മസ്റ്റ് ബി ഈക്വൽ ടു ഇറ്റ്സ് മൊബിലിറ്റി ഓഫ് ആനിയോൺ എന്ന് പറയണം. ഓക്കെ, രണ്ട് മൊബിലിറ്റിയും സെയിം ആണ്, എന്നാൽ മാത്രമേ സാൾട്ട് ബ്രിഡ്ജ് ഉള്ള ഇലക്ട്രോലൈറ്റിൻ്റെ ഫംഗ്ഷൻ റെഡി ആവുള്ളൂ. ഇനി എന്തിനാണ് സാൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ പറയാൻ പറ്റുന്ന സംഭവമാണ്, നമ്മളിവിടെ ഇങ്ങനെ രണ്ട് സെല്ലുകൾ കണ്ടിരുന്നു ഇല്ലേ. അതായത് എന്താ, ഇവിടെ സിങ്ക് ഉണ്ടായിരുന്നു, ഇവിടെ കോപ്പർ ഉണ്ടായിരുന്നു, ഇവിടെ നമ്മൾ കണക്ട് ചെയ്തൊരു വോൾട്ട് മീറ്റർ ഉണ്ടായിരുന്നു. അതേമാതിരി ഇവിടെ എന്ത് ആഡ് ചെയ്തിരുന്നു, ഒരു സാൾട്ട് ബ്രിഡ്ജ് നമ്മൾ ആഡ് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ ഈ സാൾട്ട് ബ്രിഡ്ജ് ഉള്ള ആളായിരുന്നു KCl, K+ഉം Cl- അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, അതായത് ഒന്ന് ഈ സെല്ല് എന്ത് ചെയ്യും, സെല്ല് ശരിക്കും കംപ്ലീറ്റ് ചെയ്യും, അതായത് സർക്യൂട്ട് എന്ത് ചെയ്യും, ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും. അതാണ് സാൾട്ട് ബ്രിഡ്ജിന് ഒന്നാമത്തെ ഒരു ഫംഗ്ഷൻ. രണ്ടാമത്തത് ഇയാൾ എന്ത് ചെയ്യും, ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ സിങ്ക് എന്ത് ചെയ്യും, Zn2+ ആയി ഡിസോൾവ് ചെയ്യുമ്പോൾ ഓക്കെ, ഇവിടെ ഇലക്ട്രോൺ കൂടുകയും ഇവിടെ എന്ത് ചെയ്യും, പോസിറ്റീവ് ചാർജ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അതായത് ഇവിടെ പോസിറ്റീവ് ചാർജ് എക്സസ് ആകും. ഓക്കെ, അതേമാതിരി ഇവിടെ കോപ്പർ 2+ എന്ത് ചെയ്യും, കോപ്പർ 2+ ഇവിടെ
അല്ലെ കോപ്പർ 2+ 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്തുണ്ടാകും ഇവിടെ പോസിറ്റീവ് ചാർജ് ഇല്ലേ അതായത് കോപ്പർ 2+ ഇവിടെ ഇങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യും അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും നമ്മൾ സൊല്യൂഷൻ എന്ത് ചെയ്യും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്ത് ചെയ്യും നെഗറ്റീവ് ചാർജ് ആകും ഓക്കെ അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുക ഇലക്ട്രോൺ ഫ്ലോ അവിടെ നിൽക്കാനുള്ള കാരണമാകും ഓക്കെ അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്ന ആളാണ് സാൾട്ട് ബ്രിഡ്ജ് അപ്പോൾ ഈ പോസിറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ Cl- ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുകയും ഇവിടുത്തെ നെഗറ്റീവ് ചാർജ് സൊല്യൂഷനിലെ നെഗറ്റീവ് കോപ്പർ സൾഫേറ്റിൻ്റെ നെഗറ്റീവ് ചാർജ് അല്ലേ പിന്നെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ എക്സസ് ആയ നെഗറ്റീവ് ചാർജിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇങ്ങോട്ട് K+ പോകും അപ്പോൾ ഈ രണ്ട് സൈഡും ഓപ്പോസിറ്റ് ഹാഫ് സെല്ലുകൾക്ക് പോകുമ്പോൾ അവരുടെ അയോണിക് മൊബിലിറ്റി ഈക്വൽ ആകണം എന്നാൽ മാത്രമേ അവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ അതേമാതിരി തന്നെ രണ്ട് ലിക്വിഡുകൾ അടുപ്പിച്ച് വെക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പൊട്ടൻഷ്യലാണ് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ അതും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ആര് സഹായിക്കുന്നുണ്ട് സാൾട്ട് ബ്രിഡ്ജ് നമ്മളെ സഹായിക്കുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റും ഇനി എന്താണ് ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓക്കെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഏതൊരു ഇലക്ട്രോഡും നമ്മളൊരു സൊല്യൂഷൻ എടുത്ത് നമ്മളതിൽ ഒരു മെറ്റൽ ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തു ഓക്കെ മെറ്റൽ ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തു ഇതൊരു മെറ്റൽ സൊല്യൂഷനാണ് വിചാരിക്കുക ഓക്കെ മെറ്റലിൻ്റെ ഒരു അയോണിക് സൊല്യൂഷൻ ആണെങ്കിൽ വിചാരിക്കുക ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് മെറ്റലാണെങ്കിൽ ഇത് M+ aqueous സൊല്യൂഷൻ ഇവരെ ഒരു സൊല്യൂഷനാണ് വിചാരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇവിടെ മെറ്റൽ എന്ത് ചെയ്യും ഉദാഹരണമായിട്ട് സിങ്ക് മാതിരി ഒരു മെറ്റൽ ആണെങ്കിൽ തീർച്ചയായിട്ടും സിങ്ക് സൾഫേറ്റിൽ ഡിപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഇവിടെ ഡിസോൾവ് ചെയ്യും ഓക്കെ ഡിസോൾവ് ചെയ്യുമ്പോൾ ഇവിടെ Zn2+ അല്ലേ Zn2+ ഇവിടെ ഡിസോൾവ് ചെയ്യുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ എന്തുണ്ടാകും പോസിറ്റീവ് ചാർജ് വരും അല്ലേ അതേമാതിരി ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ടാവും അപ്പോൾ ഇവരുടെ ഇടയിൽ ഒരു എന്തുണ്ടാകും ഒക്കെ നമ്മളെ മെറ്റൽ ഇലക്ട്രോഡ് എന്ത് ചെയ്തിട്ടുണ്ട് നെഗറ്റീവ്ലി ചാർജും നമ്മുടെ സൊല്യൂഷൻ പോസിറ്റീവ് ചാർജ് അപ്പോൾ അവരുടെ ഇടയിൽ എന്തുണ്ടാകും ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകും ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ചരിത്രത്തിൽ നിന്ന് വിളിക്കുന്നത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല അങ്ങനെ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം വേറൊരു റെഫറൻസ് ഇലക്ട്രോഡൊക്കെ വേണം അത് നമ്മൾ പഠിക്കുന്നതാണ് അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യുക ഓക്സിഡേഷൻ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ അതിനെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും അല്ലെങ്കിൽ തിരിച്ചും ഉണ്ടാകാം റിഡക്ഷൻ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ അതിന് നമ്മൾ എന്ത് ചെയ്യുക റിഡക്ഷൻ പൊട്ടൻഷ്യൽ നമുക്ക് വിളിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് It is a potential difference which facilitates the flow of electrons between two phases is called electrode potential. Electrode potential എന്ത് ചെയ്യുക ഓക്സിഡേഷൻ നടക്കുകയാണെങ്കിൽ അതിനെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്നും അല്ലെങ്കിൽ റിഡക്ഷൻ നടക്കുകയാണെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ വിളിക്കുന്നതാണ് ഓക്കെ ഏതൊരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അത് ഹയർ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള റിയാക്ഷൻ നടക്കും ഫോർ എക്സാമ്പിൾ ഒരു ഇലക്ട്രോഡിൻ്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണെങ്കിൽ അയാൾ ഓക്സിഡേഷൻ ആണ് പ്രിഫർ ചെയ്യുക അതേമാതിരി ഒരു ഇലക്ട്രോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണെങ്കിൽ അതെന്താ റിഡക്ഷൻ ആണ് പ്രിഫർ ചെയ്യാൻ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്സിഡേഷൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ട് ഓക്സിഡേഷൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പറഞ്ഞാൽ എന്താണ് സംഭവം അവിടെ നിന്ന് സംഭവിക്കും ഓക്സിഡേഷൻ ആണ് സാധാരണഗതിയിൽ ഉണ്ടാവുക അല്ലേ എന്താവും An+ ആകും പ്ലസ് N ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യും റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെങ്കിൽ എന്ത് ചെയ്യുക An+ എന്ന കാറ്റയോൺ ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ട് A ആകും അവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ നമുക്ക് പറയാൻ പറ്റും ഓക്കെ അപ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണഗതി നമ്മൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക N+M ദാറ്റ് ഈസ് ഇതെന്താ ഇവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഇവർ ഈ റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട് അതേമാതിരി ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഇങ്ങനെ വരിക Mn+ എന്ന് പറയും സോ ദിസ് ഈസ് ഇൻഡിക്കേറ്റിംഗ് ഓക്സിഡേഷൻ ആണ് ഒന്നെങ്കിൽ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും അല്ലെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യുക OX എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യും അപ്പോൾ രണ്ട് ടൈപ്പ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും പ്രത്യേകം എന്താ ഇവർ ബോത്ത് ആർ ഈക്വൽ ബട്ട് ദേ ആർ ഓപ്പോസിറ്റ് ഇൻ സൈൻ രണ്ടുപേരും ഈക്വൽ ആണ് ജസ്റ്റ് എന്ത് ചെയ്യുക ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും മാത്രം അപ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും റിഡക്ഷൻ പൊട്ടൻഷ്യലും മാഗ്നിറ്റ്യൂഡ് വൈസ് ഈക്വൽ ആണ് സൈന് മാത്രമേ ഡിഫറൻസ് ഉണ്ടാവുകയുള്ളൂ എന്ന് പറയാൻ പറ്റും ഓക്കെ അപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതായത് Zn2+ ബാർ Zn സിങ്ക് 2+ സിങ്ക് ആകുന്ന കേസിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വരുന്നത് ഏകദേശം -0.76 വോൾട്ട് ആണ് ഇതേ സംഭവം നമ്മൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആക്കിയത് ദാറ്റ് ഈസ് E0 ഓഫ് എന്താണ് Zn ബാർ Zn2+ ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഇറ്റ് ഈസ് +0.76 വോൾട്ട് എന്ന് പറയാൻ പറ്റും അപ്പോൾ രണ്ടും ഈക്വൽ ആണ് ബട്ട് ദേ ആർ ഓപ്പോസിറ്റ് ഇൻ നേച്ചർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഓക്കെ അതേമാതിരി ഈ കാണുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പറഞ്ഞാൽ അതെന്താണ് അതൊരു എക്സ്റ്റെൻസീവ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയാണ് ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ് അതൊരിക്കലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ശ്രദ്ധിക്കുക ഓക്കെ
ഇനി അതേമാതിരി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇലക്ട്രോണിനെ ഡിപ്പ് ചെയ്ത് വെക്കാറില്ലേ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷൻ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പറഞ്ഞാൽ നമ്മൾ പറയും നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് എന്താകണം, 1 മോളാർ ആക്കണം. നമ്മൾ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ സാധാരണഗതിയിൽ 298 കെൽവിൻ ആകണം. ഇനി ഗ്യാസുകളൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ ഗ്യാസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ പ്രഷർ എന്താകണം, നമ്മൾ പറയും 1 atm ആകണം എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ ഓഫ് എൻ ഇലക്ട്രോഡ് വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ഇലക്ട്രോലൈറ്റ് ഈസ് 1 molar and the gases of partial pressure of gases is 1 atm and at a temperature of 298 Kelvin. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നോക്കിയാൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും. ഇനി നിങ്ങൾ ഓർത്ത് വെക്കേണ്ട സംഭവം IUPAC പ്രകാരം ഒന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് 1-2 എക്സാമ്പിൾസ് കാണാം. അപ്പോൾ ഈ എക്സാമ്പിൾസ് ജസ്റ്റ് ശ്രദ്ധിക്കുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് സാധാരണഗതിയിൽ എൻട്രൻസിന് വരാറുണ്ട്. ഇതിൽ നമ്മൾ പറയുന്ന സംഭവമാണ്, അതായത് 3 കാറ്റയോൺ ദാറ്റ് ഈസ് A2+, B2+, C2+. ഇവരെ ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ട് A ആകുന്നുണ്ട്, B ആകുന്നുണ്ട്, C ആകുന്നുണ്ട്, റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവർ കറസ്പോണ്ടിങ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഹയസ്റ്റ് ടെൻഡൻസി ടു ഗെറ്റ് റിഡ്യൂസ്ഡ്, ഏറ്റവും പെട്ടെന്ന് റിഡ്യൂസ് ആകാനുള്ള മെറ്റൽ കാറ്റയോൺ ഏതാ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഏറ്റവും റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ള ആളാരാ. ഓക്കെ, ഏറ്റവും റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ള ആളാരാ, ഒന്ന് A2+ അല്ലേ, A2+ കഴിഞ്ഞിട്ട് പിന്നെ C2+, പിന്നെ B2+. അപ്പോൾ ആ ഓർഡറിലാണ് ഇവിടെ നമുക്ക് അല്ലേ അവർ തന്നിട്ടുള്ളത്. ഇനി ഏറ്റവും പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ എന്തെങ്കിലും ഏറ്റവും നല്ല ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. അപ്പോൾ സ്ട്രെങ്ത് ഓഫ് ഓക്സിഡൈസിങ് ഏജന്റും ഇതേ ഓർഡറിലായിരിക്കും. ഇനി അതേമാതിരി ഏറ്റവും പെട്ടെന്ന് ഓക്സിഡൈസ് പറഞ്ഞാൽ ആരാണ് ഓക്സിഡൈസ് ചെയ്യുക, ഈ ഭാഗമാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ഓക്സിഡൈസ് പറഞ്ഞാൽ നിങ്ങൾ എന്ത് നോക്കണം, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ നോക്കണം. റിഡക്ഷൻ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആണ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും അധികം ഉള്ളത് ആർക്കാണ്, ബിനാണ്. അത് കഴിഞ്ഞ് പിന്നെ ആർക്കുള്ളത്, സീനാണ്. അത് കഴിഞ്ഞിട്ടാണ് എ എന്നുള്ളത്. സോ B > C > A. സോ ഇറ്റ് ഈസ് എ ടെൻഡൻസി ടു ഗെറ്റ് ഓക്സിഡൈസ്. ഇങ്ങനെ എത്രയും പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് ഏറ്റവും നല്ല റെഡ്യൂസിങ് ഏജന്റ്. സോ സ്ട്രെങ്ത് ഓഫ് ഓക്സിഡൈസിങ് ഏജന്റും സെയിം ഓർഡർ ആയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വാല്യൂസ് തന്നിട്ട് ഏതാണ് നല്ല ഓക്സിഡൈസിങ് ഏജന്റ്, ഏതാണ് നല്ല റെഡ്യൂസിങ് ഏജന്റ്, ആർക്കാണ് ഏറ്റവും പെട്ടെന്ന് ഓക്സിഡേഷൻ നടക്കുക, ആർക്കായിട്ട് പെട്ടെന്ന് റിഡക്ഷൻ നടക്കുക എന്ന് ചോദിച്ചാൽ ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടിയാൽ റിഡക്ഷൻ കൂടും, റിഡക്ഷൻ കൂടിയാൽ നല്ല ഓക്സിഡൈസിങ് ഏജന്റ് വരും. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടിയാൽ ഓക്സിഡേഷൻ കൂടും. നല്ല ഓക്സിഡേഷൻ നടന്നാൽ അത് നല്ല എന്തെങ്കിലും നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, റെഡി അല്ലേ? ഇനി നമ്മൾ ഈ റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ അടിസ്ഥാനത്തിൽ ഓക്കെ ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുക ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് വിളിക്കുക. ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഇറ്റ് ഈസ് അറേഞ്ച്മെന്റ് ഓഫ് സ്പീഷീസ് ഓർ എലമെന്റ്സ് ഇൻ ദ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഓർഡർ ഓഫ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഓർഡറാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, ഈ ഓർഡറൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഓക്കെ, ഇത് വേറെ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന ഒരു കോഡ് പല രീതിയിലും പല ആളുകളും പറയും. ഒരു കോഡ് പറയാം, ലിത്യം ഉണ്ട്, PCSMAMZILHCM, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം. ഓക്കെ, അപ്പോൾ പല ആൾക്കാർ പല കോഡിൽ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ കോഡ് PCS പരീക്ഷ എഴുതിയും മാംസിൽ എന്നൊരാൾ HCM എന്ന കമ്പനി കയറി ആദ്യം സിൽവർ ആയിരുന്നു, പിന്നെ ഗോൾഡ് ആയിരുന്നു, പിന്നെ പ്ലാറ്റിനം ആയിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡിൽ പഠിക്കാം. ലിത്യം ഉണ്ട്. ഇതിൽ വരുന്ന ആളുകൾ ശ്രദ്ധിക്കുക, ലിത്യം, പൊട്ടാസ്യം, കാൽഷ്യം. ഓക്കെ, പൊട്ടാസ്യം, കാൽഷ്യം, സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, മാംഗനീസ്, സിങ്ക്, അയൺ, ലെഡ്. അതേമാതിരി പിന്നെ വരുന്നതാണ് ഹൈഡ്രജൻ, പിന്നെ കോപ്പർ, പിന്നെ മെർക്കുറി, പിന്നെ സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം. ഈ ഓർഡറിൽ പഠിച്ചു വെക്കുക. ഏറ്റവും അധികം റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇവിടെ ഏറ്റവും അധികം നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യലേക്ക് വരിക. ദിസ് വിൽ ബി ഓൾമോസ്റ്റ് -3.05 നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെങ്കിൽ അവർ ഒരിക്കലും റിഡക്ഷൻ പോസിബിൾ അല്ല, അവർ നല്ല ഓക്സിഡൈസിങ് ഏജൻസ് ആയിരിക്കും എന്നൊക്കെ പറയും. ഓക്കെ, ഹൈഡ്രജൻ നമ്മൾ സാധാരണ 0 ആക്കി എടുക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ട് നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. ദേ ക്യാൻ ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം ആസിഡ്സ് ആൻഡ് ദേ ആർ ഗുഡ്
എന്താണ് they undergo oxidation easily and they are good reducing they undergo oxidation easily and they are good oxidizing agents എന്ന് പറയാൻ പറ്റും. അതിന് പിന്നെ കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം ഇങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യുക, they cannot displace hydrogen from acids എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ കാര്യം നമ്മൾ ഓർത്ത് വെക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്ന സംഭവമാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ പറ്റും സെൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ EMF ഓഫ് സെല്ല് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് എന്താ സെൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ EMF ഓഫ് സെൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇറ്റ് ഈസ് നത്തിങ്, ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ടു ഹാഫ് സെൽസ് ഈസ് കോൾഡ് സെൽ പൊട്ടൻഷ്യൽ. അതിനെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, EMF എന്ന് വിളിക്കുന്നത്, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് നമുക്ക് വിളിക്കുന്നത് അല്ലേ. ദാറ്റ് ഈസ് നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഈ സെൽ എന്ന് പറഞ്ഞാൽ ഈ കാത്തോഡ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാത്തോഡ് മൈനസ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ്. ഓർത്ത് വെക്കണം, ഇത് രണ്ടും എന്താണ്. ഓക്കെ സ്റ്റാൻഡേർഡ് അല്ലാത്ത കേസാണ് അത് പറഞ്ഞത് അല്ലേ. ജസ്റ്റ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, ഈ കാത്തോഡ് മൈനസ് ഈ ആനോഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെക്കണം, ഇതൊക്കെ റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് ആണ്. ദീസ് ഓൾ ആർ റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇതൊക്കെ റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് ആണ് ഓർത്ത് വെക്കുക. ഇനി അതേപോലെ സ്റ്റാൻഡേർഡ് EMF ഓഫ് സെല്ലാണെങ്കിൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ എന്താ, 1 മോളാർ കോൺസെൻട്രേഷനും 290 കെൽവിനും നമ്മൾ ഏതെങ്കിലും ഗ്യാസുകൾ ഉണ്ടെങ്കിൽ അവരുടെ പ്രഷർ 180 ആണെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് E0 സെല്ല്. ഓക്കെ, അവരുടെ EMFനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് EMF. E0 സെൽ എന്ന് പറഞ്ഞാൽ E0 കാത്തോഡ് മൈനസ് E0 ആനോഡേക്കാളും ദീസ് ഓൾ ആർ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള സംഭവമാണ് നമ്മളെങ്ങനെയാണ് ഒരു സെല്ല് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഒരു സെല്ല് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ സെല്ല് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആനോഡ് ലെഫ്റ്റ് സൈഡിലും പിന്നെ സാൾട്ട് ബ്രിഡ്ജും പിന്നെ കാത്തോഡ് റൈറ്റ് സൈഡിലും, അങ്ങനെയാണ് സാധാരണഗതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ആനോഡിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ആനോഡിൻ്റെ കേസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക സാധാരണ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഡാനിയൽ സെല്ലാണെങ്കിൽ ഫോർ എക്സാമ്പിൾ സിങ്ക് Zn2+ ആണ്. സിങ്ക് സോളിഡ് Zn2+ ആകുകയാണ്. അപ്പോൾ Zn സോളിഡ് ആണ്, ഇവിടെ S കാണിക്കും, ഇവരെ കോൺസെൻട്രേഷൻ കാണിക്കാൻ വേണ്ടി C1 പറയും, ഇവരുടെ ഫേസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു സ്ലാഷ് കൊടുക്കും. അതേമാതിരി ഇത് സാൾട്ട് ബ്രിഡ്ജ് ആണ്, ഡബിൾ ലൈൻ പറഞ്ഞാൽ സാൾട്ട് ബ്രിഡ്ജ് ആണ്. അതേമാതിരി കോപ്പർ കാത്തോഡിൽ എന്താ സംഭവിക്കുന്നുണ്ട്, കോപ്പർ 2+ എന്തായി മാറുന്നുണ്ട്, കോപ്പർ ആകുന്നുണ്ട്. ഇത് കോപ്പർ 2+ന്റെ കോൺസെൻട്രേഷൻ ആണ്, ഇത് കോപ്പർ സോളിഡ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഡാനിയൽ സെല്ലിൽ നമ്മൾ യൂസ് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ ആനോഡും റൈറ്റ് സൈഡിൽ കാത്തോഡും ഇവരെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു സാൾട്ട് ബ്രിഡ്ജ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് പറയുമ്പോൾ ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് പുറമെ നമ്മൾ സാധാരണ എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് EMF ഓഫ് സെല്ല് ദാറ്റ് ഈസ് +1.1 വോൾട്ടും ഇവിടെ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും, സാധാരണ ഈ ചില സമയത്ത് ഇനേർഡ് ഇലക്ട്രോഡൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ പ്ലാറ്റിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ പ്ലാറ്റിനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഹൈഡ്രജൻ ഇലക്ട്രോഡ് കൂടെ പ്ലാറ്റിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ചെറിയ സ്ലാഷ് ഇട്ടിട്ട് പ്ലാറ്റിനം സോളിഡ് ഒന്നെങ്കിൽ കോമ അല്ലെങ്കിൽ സ്ലാഷ് ഇട്ടിട്ട് പ്ലാറ്റിനം ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഇലക്ട്രോഡ് പറയുമ്പോൾ ഫസ്റ്റ് ഇലക്ട്രോഡ് വരുന്നത് മെറ്റൽ അയോൺ ഇലക്ട്രോഡ് ആണ് അല്ലേ. പല ടൈപ്സ് ഓഫ് ഇലക്ട്രോഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഇലക്ട്രോഡാണ് മെറ്റൽ അയോൺ ഇലക്ട്രോഡ്. ദാറ്റ് ഈസ് ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ കയ്യിൽ അല്ലേ, നമ്മളെ കയ്യിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കയ്യിൽ ഈ മെറ്റൽ ഉണ്ടാവും. ഈ മെറ്റൽ ഡിപ്പ് ചെയ്തത് എന്ത് ചെയ്യുക, Mn+ സൊല്യൂഷനിലേക്ക് വരും. ഇങ്ങനത്തെ ടൈപ്പാണ് നമ്മൾ ഫസ്റ്റ് കണ്ട ഡാനിയൽ സെല്ലിൽ കണ്ടത്. അതായത് സിങ്കും കോപ്പറൊക്കെ അല്ലേ, സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിലും അതേമാതിരി കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റിലും ഡിപ്പ് ചെയ്ത കേസില്ല. അതാണ് മെറ്റൽ അയോൺ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇലക്ട്രോഡുകളുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആനോഡിൽ എന്തുണ്ടാകും, ഓക്സിഡേഷൻ ഉണ്ടാകും, കാത്തോഡിൽ എന്തുണ്ടാവും, റിഡക്ഷൻ ഉണ്ടാവും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ഷൻ നമുക്ക് കിട്ടും. അതേമാതിരി തന്നെ എന്ത് ചെയ്യാം, ഇവരുടെ ഇലക്ട്രോഡ് റെപ്രസെൻറ്റേഷൻ നമുക്ക് കാണാൻ പറ്റും. ഐദർ ആനോഡായി ആക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും, കാത്തോഡായി ആക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇവരുടെ റെപ്രസെൻറ്റേഷൻ വരിക. രണ്ടാമത്തെ ടൈപ്പ് ഇലക്ട്രോഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് മക്കളെ, ഗ്യാസ് ഇലക്ട്രോഡ്സ്. ഓക്കെ, ഗ്യാസ് ഇലക്ട്രോഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക, ഗ്യാസ് നമ്മൾ എന്ത് ചെയ്യുക, സൊല്യൂഷൻക്ക് എന്ത് ചെയ്യുക, ബബിൾ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ, ക്ലോറിൻ ഇങ്ങനത്തെ ആളുകളാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അതിലൊരു എക്സാമ്പിളാണ് ഹൈഡ്രജൻ നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഗ്യാസ് ഇലക്ട്രോഡാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഈ ഇങ്ങനത്തെ മെറ്റൽ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇനേർട്ടായ ഏതെങ്കിലും ഇലക്ട്രോഡ് വേറെ ഇനേർട്ടായ മെറ്റൽ ഇലക്ട്രോഡ് ലൈക്ക് പ്ലാറ്റിനം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ അതിന് കാരണം എന്ന് വെച്ചാൽ അല്ലേ, അതായത് നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്ന അപ്പം സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണെങ്കിൽ നമുക്ക് ആനോഡായി വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഹൈഡ്രജൻ H2 gives 2H++2 ഇലക്ട്രോൺസ് ആണ്. കാത്തോഡിൽ എന്ത് സംഭവിക്കും, 2H++2 ഇലക്ട്രോൺസ് ഗിവ് ഹൈഡ്രജൻ ഗ്യാസ് ആയിക്കാരും. ഓക്കെ, നമുക്ക് അങ്ങനത്തെ ഒരു പിന്നെ SHG സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് 1 ATM ഇവിടെ നമ്മൾ പമ്പ് ചെയ്യും. ഇവിടെ പ്ലാറ്റിനം വയർ ഉണ്ടാകും. അതേമാതിരി തന്നെ എന്തുണ്ടാകും, ദിസ് വിൽ ബി എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 1 molar H+. ഓക്കെ, 1 molar H+ ഉള്ള HCl അങ്ങനത്തെ ഏതെങ്കിലും സൊല്യൂഷൻ ആയിക്കാരം ഇവിടെ നമ്മൾ വെച്ചത്. ഓക്കെ, ഇങ്ങനത്തെ ഇലക്ട്രോഡ് നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയാം. ഇവരുടെ
ഇവരുടെ എന്ത് ചെയ്യുക സ്റ്റാൻഡേർഡ് റിഡക്ഷനും പൊട്ടൻഷ്യലും അതേമാതിരി സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും അത് രണ്ടും നമ്മൾ 0 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും ഫോർ അവർ കാൽക്കുലേഷൻ പർപ്പസിന്. ഓക്കെ, അപ്പോൾ ഈ SH നമ്മൾ സാധാരണഗതി എന്ത് ചെയ്യും, SH നമ്മൾ വേറെ സെല്ലിന് കണക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ വേറെ കാത്തോഡിന് കണക്ട് ചെയ്യും. അങ്ങനെ വേറെ കാത്തോഡിന് കണക്ട് ചെയ്തിട്ട് ഇവിടുത്തെ ഈ ഒരു സെല്ലിൻ്റെ EMF നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, നമ്മളവിടെ എന്ത് ചെയ്യും, E0 അല്ലേ, നമ്മൾ എന്ത് ചെയ്യും, ഈ സെൽ എന്ന് പറഞ്ഞാൽ ഈ കാത്തോഡ് മൈനസ് ഈ ആനോഡ് ഇങ്ങനെ എടുക്കും അല്ലേ. ഈ സെൽ എന്ന് പറഞ്ഞാൽ ഈ കാത്തോഡ് മൈനസ് ഈ ആനോഡ് എന്ന് പറയും. അതിൽ ഈ കാത്തോഡ് നമുക്ക് കണ്ടെത്തണം. ഈ ആനോഡ് SH ആയതുകൊണ്ട് ഇയാൾ 0 ആകും. സോ ഈ സെൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാവും, ഈ കാത്തോഡ് തന്നെ ആയി മാറും. ഓക്കെ, അപ്പം അങ്ങനെ SH വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഇലക്ട്രോഡുകളിലെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടെത്തുക. അതാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ കാണുന്ന എല്ലാ കേസിലും നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സീരീസ് കാണുന്ന നമ്മൾ ഡിഫറെൻറ്റ് വാല്യൂസിലെ അത് നമ്മൾ SH വെച്ചിട്ട് മെഷർ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് എന്താ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അല്ലേ. ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് നമ്മൾ സാധാരണഗതിയിൽ 0 ആക്കി എടുത്തിട്ടുണ്ട്. അവർ നമ്മൾ ഉപയോഗിക്കുന്ന ഡൈല്യൂട്ട് H+ കോൺസെൻട്രേഷൻ 1 മോളാർ ആക്കണം. അതുകൊണ്ടാണ് അവർ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് നമ്മൾ വിളിക്കുന്നത്. അവരുടെ പൊട്ടൻഷ്യൽ നമ്മൾ 0 ആക്കി എടുക്കുന്നത്. അതേമാതിരി അവരുടെ റെപ്രസെൻറ്റേഷൻ പറഞ്ഞത് ആനോഡ് ആയിട്ട് ഉണ്ടാകുമ്പോൾ ഇങ്ങനെയായിരിക്കും, കാത്തോഡായി വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഇവിടെ നമ്മൾ പ്ലാറ്റിനം യൂസ് ചെയ്യുന്നുണ്ട്. പ്ലാറ്റിനം ഈസ് ജസ്റ്റ് ടു റെപ്രസെൻറ്റ് ഇറ്റ് വി ആർ യൂസിങ് ആൻ ഇനേർട്ട് ഇലക്ട്രോഡ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ മെറ്റൽ ഇൻസോലിബിൾ സാൾട്ട് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് നീറ്റിന് സാധാരണ കണ്ടുവരാറില്ല. ജസ്റ്റ് പറഞ്ഞു പോവാണ്. ദാറ്റ് ഈസ് മെറ്റൽ ഇൻസോലിബിൾ സാൾട്ട്. ദാറ്റ് ഈസ് നമ്മൾ ആദ്യം ഒരു മെറ്റൽ ഉണ്ടാവും. അതായത് ഈ ടൈപ്പ് എന്ന് വെച്ചാൽ ആദ്യം ഒരു മെറ്റൽ ഉണ്ടാവും, പിന്നെ നമുക്ക് സ്പേരിംഗ്ലി സോലിബിൾ സാൾട്ട് ഉണ്ടാവും, പിന്നെ ഒരു ആനിയോൺ ഉണ്ടാവും. ഈ ടൈപ്പ് ഇലക്ട്രോഡുകളെയാണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, മെറ്റൽ ഉണ്ടാവും, പിന്നെ സ്പേരിംഗ്ലി സോലിബിൾ സാൾട്ട്. അല്ല നമ്മൾ ഇക്വിലിബ്രിയത്തിൽ നിങ്ങൾ പഠിച്ച സംഭവമാണ് സ്പേരിംഗ്ലി സോലിബിൾ സാൾട്ട്. ഇങ്ങനത്തെ സ്പേരിംഗ്ലി സോലിബിൾ സാൾട്ട് ഇവിടെ ഉണ്ടാകും. ഓക്കെ, അപ്പം ഈ ടൈപ്പ് ഇലക്ട്രോഡുകളാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് കാണാൻ പറ്റും മെറ്റലാണ് Ag, സ്പെരിംഗ്ലി സൊല്യൂബിൾ സാൾട്ടാണ് AgCl. അവരുടെ കോമൺ ആയ ആനിയോണാണ് Cl-. ആ ടൈപ്പ് ഇലക്ട്രോഡുകളാണ് കാണുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഏറ്റവും പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ്. ഇവിടെ എങ്ങനെ ഉണ്ടാകുമെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, Ag ഇവിടെ ഡിപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ അതേമാതിരി എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം Cl- ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം AgCl സ്പേരിംഗ്ലി സോലിബിൾ സാൾട്ട് മിക്സ് ചെയ്തിട്ടുണ്ടാവും. ഈ ടൈപ്പ് വരുന്ന ഒരു ഇലക്ട്രോഡാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന രണ്ട് റിയാക്ഷൻസ് നോക്കുക. നമ്മൾ ആനോഡിലാണെങ്കിൽ Ag എന്തായി മാറും, Ag+ ആയി മാറും. ദാറ്റ് ഈസ് 0 സ്റ്റേറ്റിൽ നിന്ന് +1 ഓക്സിഡേഷൻ നടക്കും. കാത്തോഡ് ആണെങ്കിൽ +1 Ag എന്തായി മാറും, 0 ആയി മാറും. ഓക്കെ, അത് ഇവർ ഇലക്ട്രോഡ് റെപ്രസെൻറ്റേഷൻ നമ്മൾ കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ ആനോഡ്, റൈറ്റ് സൈഡിൽ കാത്തോഡ്. ആനോഡ് ആണ് എങ്ങനെ അറിയാം, 0 +1 പോയി ഓക്സിഡേഷൻ ആണ്. കാത്തോഡ് ആണ് എങ്ങനെ മനസ്സിലാക്കുക, +1 0 സിൽവർ പോയി. അപ്പോൾ റിഡക്ഷൻ ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് മൂന്നാമത്തെ ടൈപ്പ് ഇലക്ട്രോഡ്. ലാസ്റ്റ് വൺ റിഡോക്സ് ഇലക്ട്രോഡ് ആണ്. റിഡോക്സ് ഇലക്ട്രോഡ് പറഞ്ഞാൽ ഒന്നുമില്ല, സെയിം എലമെന്റ് നേക്കാരും അവർ ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് വരും, അത്രേ ഉള്ളൂ. അങ്ങനത്തെ റിഡോക്സ് ഇലക്ട്രോഡ്. ദാറ്റ് ഈസ് 2 ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് സെയിം മെറ്റൽ ആർ യൂസ്ഡ് ഇൻ ദ സെയിം സെൽ. അത് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ആണ് Fe2+ഉം Fe3+. ഓക്കെ, ആനോഡിൻ്റെ കേസിൽ Fe2+, Fe3+ ആയി ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്ത്, കാത്തോഡ് Fe3+ ഇലക്ട്രോൺ ചെയ്ത് Fe2+ ആയി. അവരുടെ ഇലക്ട്രോഡ് റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോഡ് പ്ലാറ്റിനം ആയതുകൊണ്ട് പ്ലാറ്റിനം നമ്മൾ ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്ത് പോകുന്നു. ഇനി നമുക്ക് പറയാനുള്ള ഇലക്ട്രോ കെമിക്കൽ സെൽ ആൻഡ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് ആണ്. ഓക്കെ, അതായത് ഇലക്ട്രോ കെമിക്കൽ സെല്ല് നമുക്ക് കിട്ടാൻ പോകുന്ന മാക്സിമം വർക്കിനെയാണ്, ദ മാക്സിമം യൂസ്ഫുൾ വർക്ക് ഒബ്റ്റെയിൻ ഫ്രം എ സെൽ. ഇറ്റ് ഈസ് നോൺ ആസ് ഗിബ്സ് ഫ്രീ എനർജി. ഓക്കെ, ആ ഗിബ്സ് ഫ്രീ എനർജിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ ചേഞ്ച് ഇൻ ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇറ്റ് വിൽ ബി ദ മാക്സിമം യൂസ്ഫുൾ വർക്ക്. ഓക്കെ, അപ്പോൾ ΔG എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മാക്സിമം യൂസ്ഫുൾ വർക്ക് ഡൺ ബൈ സിസ്റ്റം ആണ് അല്ലേ. ഡൺ ബൈ സിസ്റ്റം ആകുമ്പോൾ സിസ്റ്റത്തിന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് സൈൻ കൊടുക്കുന്നത് വർക്കിൻ്റെ അല്ലേ. അതായത് വർക്ക് നമുക്കറിയാം ΔG -W, ദറ്റ് ഈസ് -Q × V ആണ് വരിക. Q എന്ന് പറഞ്ഞാൽ എന്താ, Q എന്ന് ചാർജ്, ആ ചാർജാണ്. പിന്നെ n മോൾസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ n × F നമ്മൾ പറയും. അതേമാതിരി പൊട്ടൻഷ്യലാണ് ഈ സെൽ എന്ന് പറയാൻ പറ്റും. സോ ΔG എന്ന് പറഞ്ഞാൽ ഇവിടെ ചേഞ്ച് ഇൻ ഗിബ്സ് ഫ്രീ എനർജി. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് ഇൻ പെർ മോൾ ഓഫ് കെമിക്കൽ റിയാക്ഷൻ. F എന്ന് പറഞ്ഞാൽ ഫാരഡേസ് കോൺസ്റ്റന്റ്. ഈ സെൽ എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് ഓഫ് ദ സെൽ എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ ΔG0 -NF E0 സെൽ എന്ന് പറയാൻ പറ്റും. അതേമാതിരി ഗിബ്സ് ഫ്രീ എനർജിയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും കണക്റ്റഡ് ആണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ. അതായത് ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ ΔG0 ആകും, ΔG0 0 ആവില്ല. ഓക്കെ, ΔG0 ആവും, ΔG0 ഒരിക്കലും എന്താവില്ല, 0 ആവില്ല. അതേമാതിരി അറ്റ് ഇക്വിലിബ്രിയം
ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ ചില ആൾക്കാർ അറിയാതെ തെറ്റിക്കും. ഓർത്ത് വെക്കണം, ഈ സെല്ല് എന്തായി മാറും? 0 ആയി മാറും. ഈ സെല്ലാണ് 0 ആയി മാറുക. ഈ നോട്ട് സെല്ല് നോട്ട് ഈക്വൽ ടു 0 ആണ് കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട സംഭവം. ഈ സെല്ലാണ് എന്ത് ചെയ്യും മാറുക? ഈ സെല്ല് 0 ആയി മാറും. ഈ നോട്ട് സെല്ല് എന്ത് ചെയ്യുക? 0 ആവുകയൊന്നുമില്ല എന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതായത് നമ്മൾ സാധാരണഗതിയിൽ ഈ സെല്ലും ഇതൊക്കെ പഠിച്ച് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഒക്കെ പഠിച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണ പറയുക സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് അറിയുള്ളൂ അല്ലേ? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറിയാം, സ്റ്റാൻഡേർഡ് EMF പറയാം. അപ്പോൾ അല്ലാത്ത പിന്നെ EMFകൾ അല്ലേ, വേറെ ടെമ്പറേച്ചറിലുള്ള EMFകൾ അറിയണമെങ്കിലോ അല്ലെങ്കിൽ അല്ലാത്ത വേറെ ടെമ്പറേച്ചർ വേറെ കോൺസെൻട്രേഷനുള്ള EMF ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ തിയറിറ്റിക്കലി ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ് നേൺസ്റ്റ് ഇക്വേഷൻ. നേൺസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഏത് കോൺസെൻട്രേഷനിലും ഏത് ടെമ്പറേച്ചറിലുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും EMFും കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ്. സോ നമ്മളതിൽ പറഞ്ഞൊരു എക്സാമ്പിളാണ്. ഓക്കെ, നമ്മളതിൽ പറഞ്ഞൊരു എക്സാമ്പിളാണ്. ഇറ്റ് ഈസ് നേൺസ്റ്റ് ഇക്വേഷൻ ഉപയോഗം എന്താ? The electrode potential at any concentration can be measured to standard electrons and it can be used using Nernst equation. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആണ് ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ ജി നോട്ട് പ്ലസ് RT ln Q. ഡെൽറ്റ ജി മൈനസ് NFE വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും, ഡെൽറ്റ ജി നോട്ട് മൈനസ് NFE നോട്ട് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ഇതാക്കും. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ എല്ലാ ഇക്വേഷനെയും മൈനസ് NFനോട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അതിമനോഹരമായ ഇക്വേഷനാണ് ഏത്? E ഈസ് ഈക്വൽ ടു E നോട്ട് മൈനസ് RT ബൈ NF ln Q ഉള്ള log Q ആക്കും. അപ്പോൾ ഇവിടെ 2.303 ആക്കും. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ നേൺസ്റ്റ് ഇക്വേഷൻ. ദാറ്റ് ഈസ് E ഈസ് ഈക്വൽ ടു E നോട്ട് മൈനസ് 2.303 RT ബൈ NF ഇൻറ്റു log Q എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതിൽ നമ്മൾ ഈ കാണുന്നത് ഇത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്. R എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, T പറഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്, F എന്ന് പറഞ്ഞാൽ ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ്, log Q എന്ന് പറഞ്ഞാൽ എന്താ? റിയാക്ഷൻ കോഷ്യന്റ് ആണ് അല്ലേ? ഓവറോൾ സെൽ റിയാക്ഷൻ്റെ റിയാക്ഷൻ കോഷ്യൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, നമ്മൾ സാധാരണഗതിയിൽ 25 ഡിഗ്രി സെൽഷ്യസിലാണ് സാധാരണഗതിയിൽ ഇതൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഏത് റിയാക്ഷൻ്റെ നമ്മൾ കണ്ടെത്താൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആറിന് 8.314ഉം Tന് 298ഉം Fന് 96500 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വളരെ എളുപ്പമുള്ള ഇക്വേഷനാണ് E ഈക്വൽ ടു E നോട്ട് മൈനസ് 0.0591 ബൈ N ഇൻറ്റു log Q. നമ്മൾ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇത് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് ഏകദേശം എന്താക്കും? 0.06 ആക്കിയാണ് എടുക്കുക. ടൈം കൺസ്യൂമിങ്, സമയം ലാഭിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറുള്ളത്. ഇനി ഇതേ നേൺസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മാത്രമല്ല ഈ EMF കണ്ടെത്താൻ വേണ്ടി സഹായിക്കാൻ പറ്റും. സോ അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? E സെൽ ഈസിക്കലോ E നോട്ട് അല്ലേ, E സെൽ ഈസിക്കലോ E നോട്ട് സെൽ മൈനസ് RT ബൈ NF ഇൻറ്റു LN ഇങ്ങനെ വരും അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചുകൂടി എളുപ്പം ഈ ഇക്വേഷനേക്ക് വരും. നമ്മൾ ഈ ഇക്വേഷനാണ് സാധാരണഗതിയിൽ നമ്മൾ പ്രിഫർ ചെയ്യാം അല്ലേ? ഈ ഇക്വേഷൻ നമ്മൾ സാധാരണ പ്രിഫർ ചെയ്യുക എന്ന് വെച്ചാൽ ഒന്നുമില്ല. റിയാക്ഷൻ കോഷ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് AA പ്ലസ് BB ഗിവ്സ് CC പ്ലസ് DD ആണെങ്കിൽ അവിടുത്തെ റിയാക്ഷൻ കോഷ്യൻ നമ്മൾ പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് C റേസ് ടു C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D റേസ് ടു D ബൈ കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B റേസ് ടു B എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവരെയാണ് നമ്മൾ വിളിക്കുക റിയാക്ഷൻ കോഷ്യൻ എന്ന് വിളിക്കുക. റിയാക്ഷൻ കോഷ്യൻ എന്ന് വിളിക്കുക അല്ലേ? അപ്പോൾ ഈ സംഭവം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇനി നമ്മളിവിടെ എന്ത് ചെയ്യുക? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വളരെ എളുപ്പമുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടും. അറ്റ് 290 കെൽവിൻ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ്. ഇവിടെ നമുക്ക് E സെല്ല് കണ്ടെത്താൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഈ കാണുന്ന E സെല്ല് കണ്ടെത്താനുള്ള ഇക്വേഷൻ ഇറ്റ് വിൽ ബി E0 കാത്തോഡ് മൈനസ് E0 ആനോഡ് ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുക. E0 കാത്തോഡ് മൈനസ് E0 ആനോഡ് ആയിരിക്കും. അത് പ്രോബ്ലംസ് നമ്മൾ സാധാരണ കാണാറുണ്ട് അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേൺസ്റ്റ് ഇക്വേഷൻ ഡിഫറെൻറ്റ് ഹാഫ് സെല്ലുകൾക്ക് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ആദ്യം മെറ്റൽ അയോൺ ഇലക്ട്രോഡ് ആണ് നോക്കുന്നത്. ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ റിയാക്ഷൻ ജസ്റ്റ് നമ്മൾ എഴുതുക. ഓക്കെ, ഇവിടെ നമ്മൾ റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ അങ്ങനെ എടുക്കാറില്ല. ഓക്കെ, അപ്പോൾ ഈ റിഡക്ഷൻ ഈക്വൽ ടു ഈ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ മൈനസ് 0.0591 ബൈ N ഇൻറ്റു ലോഗ് ഓഫ് ഇയാൾ സോളിഡ് ആണ്. അപ്പോൾ അയാൾ ആക്റ്റീവ് മാസ് 1 ആണ്. ഇവിടെ ആകെയുള്ള ആക്റ്റീവ് സൊല്യൂഷൻ ഉള്ളത് Mn പ്ലസ് ആണ്. 1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസ് എന്ന് പറയും. അതേമാതിരി സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണെങ്കിൽ ഇങ്ങനെ വരും. ഇവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ റേസ് ടു ഹാഫ് ഉണ്ടാവും ബൈ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് എന്ന് കാണാൻ പറ്റും.
അതേമാതിരി മെറ്റൽ ഇൻസോല്യൂബിൾ സാൾട്ട് ആണ്, ഇതേമാതിരി നമ്മൾ എഴുതിയിട്ട് ലോഗ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് Cl- ഉണ്ടാവുള്ളൂ. ഇയാളും സോളിഡ് ആണ്, ഇയാളും സോളിഡ് ആണ്, അപ്പോൾ അവരുടെ ആക്റ്റീവ് മാസുകൾ 1 ആയിരിക്കും. ഇനി റിഡോക്സ് കപ്പിൾസ് ആണെങ്കിൽ, റിഡോക്സ് ഇലക്ട്രോൺ ആണെങ്കിൽ Q പറയുമ്പോൾ Fe2+Fe3+ ആയിരിക്കും വരാറുള്ളത്. ഓക്കെ, നമ്മൾ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ഓക്കെ, നമ്മൾ സാധാരണ ഇതിൽ ഏത് റിയാക്ഷൻ തന്നാലും നമുക്ക് ഓട്ടോമാറ്റിക്കലി സെൽ റിയാക്ഷൻ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ചില കേസിൽ എന്ത് ചെയ്യും, ആനോഡ് ബൈ കാത്തോഡ്, കാത്തോഡ് ബൈ ആനോഡ് ഒക്കെ പഠിക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും പഠിക്കാം, മൈനസും പ്ലസ് ഒക്കെ മാറ്റി അങ്ങനെയും നിങ്ങൾക്ക് നോക്കാം. ഇനി നേഴ്സ് ഇക്വേഷൻ അപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞാൽ ഫസ്റ്റ് ഒരു അപ്ലിക്കേഷൻ ആണ്. നേഴ്സ് ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കിട്ടും. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും എന്തായി മാറും, 0 ആയി മാറും. അപ്പോൾ 0 ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഈ ഒരു ഇത് ഇവിടുന്ന് not is equal to 0.0591/n into log k എന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷന് log k നമുക്ക് കിട്ടുന്നതാണ്. അതേമാതിരി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, pH ഓഫ് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി സഹായിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം, H+ ഇൻവോൾവ് ചെയ്യുന്ന റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് ആദ്യം നേഴ്സ്റ്റ് ഇക്വേഷൻ എഴുതാൻ പറ്റും. ഇവിടെ ഗ്യാസ് പാർഷ്യൽ പ്രഷർ ഓഫ് H2 നമ്മൾ 180 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ 1/H+2 ഇല്ലേ, ഇത് മേലോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ നമുക്ക് ഒരു മനോഹരമായ ഇക്വേഷൻ ഉണ്ടാക്കാം. അങ്ങനെ മനോഹരമായ ഒരു ഇക്വേഷൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഇക്വേഷൻ കിട്ടും. ഈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു -0.0591 ഇൻറ്റു pH ഓഫ് കാത്തോഡ് എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് പറഞ്ഞത്, അതുകൊണ്ടാണ്. ഇനി ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആകുമ്പോൾ സൈന് മാറും, അത്ര മാത്രമേ ഉള്ളൂ. ഇനി അതേമാതിരി ΔG EMF വാല്യൂസ് അല്ലേ തമ്മിലുള്ള കണക്ഷൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, നമ്മൾ സാധാരണഗതിയിൽ 2 3 റിയാക്ഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 റിയാക്ഷൻസ് ആഡ് ചെയ്തിട്ട് മൂന്നാമത്തെ റിയാക്ഷൻ കിട്ടിയ, അല്ലെങ്കിൽ 2 റിയാക്ഷൻ സെപ്പറേറ്റ് ചെയ്ത് മൂന്നാമത്തെ റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാം, EMF അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാനോ സെപ്പറേറ്റ് ചെയ്യാനോ പറ്റില്ല. ബിക്കോസ് EMF ഈസ് ആൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഓക്കെ, ഇത് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് കിട്ടുന്ന ഈ EMF എന്താണ്, EMF ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആണ്. അതുകൊണ്ട് അവർ നമുക്ക് ആഡ് ചെയ്യാനോ സെപ്പറേറ്റ് ചെയ്യാനോ എന്ന് പറ്റില്ല. പക്ഷേ ആ റിയാക്ഷനിലെ ΔG എന്താണ്, ΔG ഇറ്റ് ഈസ് എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. അപ്പോൾ ആ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാനോ സെപ്പറേറ്റ് ചെയ്യാനോ ഒക്കെ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഈ റിയാക്ഷൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും അല്ലേ. ഈ റിയാക്ഷന് 3 റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ തന്നെ മൂന്നാമത്തെ റിയാക്ഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, രണ്ടാമത്തെ റിയാക്ഷൻ അല്ലേ, ദാറ്റ് ഈസ് നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് ഒന്നാമത്തെ റിയാക്ഷൻ, ഇത് രണ്ടാമത്തെ റിയാക്ഷൻ, ഇത് മൂന്നാമത്തെ റിയാക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 - അല്ലേ, 2 - 1 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 2 - 1 ചെയ്ത് കിട്ടിയാൽ തേർഡ് റിയാക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ദാറ്റ് ഈസ് എന്താ, E2 - E1 ഈസ് ഈക്വൽ ടു E3 എഴുതാൻ പറ്റുമോ? അങ്ങനെ ഒരിക്കലും എഴുതാൻ പാടില്ല, അങ്ങനെ എഴുതാൻ പാടില്ല. അങ്ങനെ എഴുതിയാൽ എന്താ, അത് തെറ്റാണ്, നമുക്ക് ഇങ്ങനെ എഴുതാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ കഴിഞ്ഞാൽ അല്ലേ, ഇവിടെ E3 എന്ന EMF, E1 എന്ന EMF തന്നിട്ടുണ്ട്, E2 എന്ന EMF തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. നമുക്ക് E3 കണ്ടെത്താൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യാം, നമ്മൾ ചെയ്യാനുള്ള ഒറ്റ വഴി എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, EMF നമ്മൾ എന്ത് ചെയ്യണം, ΔG ആക്കി മാറ്റണം. എന്നിട്ട് നമ്മൾ എന്ത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി പ്രകാരം ആഡ് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് E3 കണ്ടെത്തണം എന്ന് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം, E3 ഈസ് ഈക്വൽ ടു E2 - E1 എന്ന് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ΔG3 ഈസ് ഈക്വൽ ടു ΔG2 - ΔG1 എന്ന് കൊടുക്കുക. അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് അവരുടെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പല ആളുകളും ഈ ഭാഗം തെറ്റിക്കാറുണ്ട്, അപ്പോൾ അത് നന്നായി ശ്രദ്ധിച്ചു പോവുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. നേഴ്സ്റ്റ് ഇക്വേഷൻ അതേമാതിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതേമാതിരി നമ്മൾ പറയുന്ന ഒരു ടൈപ്പ് സെല്ലാണ് കോൺസെൻട്രേഷൻ സെല്ലുകൾ. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷൻ സെല്ലുകൾ പറയുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അതായത് കോൺസെൻട്രേഷൻ സെല്ല് എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ സാധാരണഗതിയിൽ 2 സൊല്യൂഷൻ എടുത്ത്, ഇവിടെ സിങ്കും 2 സ്ഥലത്തും സിങ്ക് എടുത്ത് അല്ലേ, 2 സ്ഥലത്ത് നമ്മൾ സിങ്ക് വെച്ച് ഫില്ല് ചെയ്ത് ഇവിടെയും സിങ്ക് സൾഫേറ്റ് അക്യൂസ്, ഇവിടെയും സിങ്ക് സൾഫേറ്റ് ഇവിടെയും എന്ത് ചെയ്യാം, സിങ്ക് സൾഫേറ്റ് അക്യൂസ് അല്ലേ, സിങ്ക് സൾഫേറ്റ് അക്യൂസ്. ഓക്കെ, 2 സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ, ഇവിടെ സിങ്ക് റോഡ്, ഇവിടെയും സിങ്ക് റോഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇടയിൽ നമ്മൾ ഒരു വയറിട്ട് കണക്ട് ചെയ്താലൊന്നും ഒരിക്കലും എന്തുണ്ടാവില്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുക, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവില്ല. ഓക്കെ, ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കാനുള്ള ഒരു വഴി എന്താ, നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ 1 മോളാറും ഇവിടെ വേണമെങ്കിൽ 0.01 മോളാറും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സെയിം മെറ്റൽ ഇൻ സെയിം ഇലക്ട്രോഡ് ആണ് അല്ലേ, സെയിം മെറ്റൽ ഇൻ സെയിം
മെറ്റൽ അയോൺ സൊല്യൂഷൻ ആണ്. പക്ഷെ എന്ത് ചെയ്യുക, ഇവരെ തമ്മിൽ കോൺസെൻട്രേഷൻ ചെറുതായിട്ടൊന്ന് മാറ്റി എന്തുണ്ടാവും, ഇവരുടെ കയ്യിൽ ചെറിയൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. ഇങ്ങനെ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം ജനറേറ്റ് ചെയ്യുന്ന സെല്ലുകളിലെ ഇങ്ങനത്തെ സെല്ലുകളെ നമ്മൾ എന്ത് വിളിക്കുക, കോൺസെൻട്രേഷൻ സെല്ലുകൾ എന്ന് വിളിക്കുക. എന്ത് വിളിക്കുക, കോൺസെൻട്രേഷൻ സെൽ. ഒന്നെങ്കിൽ കോൺസെൻട്രേഷൻ മാറ്റാം, അല്ലെങ്കിൽ ഇലക്ട്രോഡിൻ്റെ മുകളിൽ ഇലക്ട്രോഡ് നമ്മൾ ഏതെങ്കിലും ഗ്യാസ് ആണെങ്കിൽ ആ ഗ്യാസിൻ്റെ പ്രഷർ മാറ്റിയാലും എന്ത് ചെയ്യാം, കോൺസെൻട്രേഷൻ സെൽസ് എന്ന് വിളിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടുത്തെ പ്രത്യേകം എന്താ, സെയിം ടൈപ്പാണ്, ഒരു മാറ്റമില്ല. നമ്മൾ ആകെ എന്താ ചെയ്യുക, ആകെ ചെറിയ മാറ്റം, നമ്മൾ കോൺസെൻട്രേഷൻ പതുക്കെ മാറ്റും. ദാറ്റ് ഈസ് ഇഫ് ടു ഇലക്ട്രോഡ്സ് ഓഫ് സെയിം മെറ്റൽ ആർ ഡിപ്ഡ് സെപ്പറേറ്റ്ലി ഇൻ ടു സൊല്യൂഷൻസ് ഓഫ് ദ സെയിം ഇലക്ട്രോലൈറ്റ് ഹാവിംഗ് ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻസ് ആൻഡ് ദ സൊല്യൂഷൻസ് ആർ കണക്റ്റഡ് ത്രൂ എ സാൾട്ട് ബ്രിഡ്ജ്, സച്ച് സെൽസ് ആർ നോൺ ആസ് കോൺസെൻട്രേഷൻ സെൽസ്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ H% കോൺസെൻട്രേഷൻ C1 ആണെങ്കിൽ ഇവിടെ H% കോൺസെൻട്രേഷൻ C2 ആയിരിക്കും. ഇവിടെ ആനോഡിൻ്റെ കേസിൽ കോപ്പർ 2% കോൺസെൻട്രേഷൻ C1 ആണെങ്കിൽ ഇവിടെ കാത്തോഡിൻ്റെ കേസിൽ കോപ്പർ 2% കോൺസെൻട്രേഷൻ C2 ആയിരിക്കും. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനത്തെ കോൺസെൻട്രേഷൻ സെല്ലുകളെ E0 സെൽ എപ്പോഴും എന്തെങ്കിലും 0 ആയിരിക്കും. കാരണം E0 സെൽ എന്ന് പറഞ്ഞാൽ E0 കാത്തോഡ് മൈനസ് E0 ആനോഡ് ആയിരിക്കും. ഓക്കെ, ഇതിൽ E0 കാത്തോഡ് മൈനസ് E0 ആനോഡ് പറയുമ്പോൾ രണ്ട് കേസിലും 1 മോളാർ വരിക. സോ അവരുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് സെയിം ആയിരിക്കും, അത് ക്യാൻസൽ ചെയ്ത് 0 ആയി മാറും, കാരണം സെയിം മെറ്റലാണ്. ഓക്കെ, ഇനി രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഇലക്ട്രോഡ് കോൺസെൻട്രേഷൻ സെൽസ്. എന്ന് വെച്ചാൽ ഇവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡുകൾ ഡിഫറെൻറ്റ് സെയിം ഗ്യാസ് ആയിക്കാരും. ഓക്കെ, ഇവിടെ യൂസ് ചെയ്യുന്ന എന്താണ് സിമിലർ ഇലക്ട്രോഡ് ആയിക്കാരും, പക്ഷേ അവരുടെ ഗ്യാസ് പ്രഷേഴ്സ് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിക്കാരും. അതുകൊണ്ട് തന്നെ അവിടെ ചെറിയൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, കോൺസെൻട്രേഷൻ സെയിം ആണ്, പക്ഷേ അവിടെ യൂസ് ചെയ്ത ഗ്യാസിന് പ്രഷേഴ്സ് ഡിഫറെൻ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അവരുടെ ഇനേഴ്സ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ഈ സെൽ കിട്ടുന്നതാണ്. കാരണം ഈ സെല്ലിൽ ഇവിടെ എന്ത് ചെയ്യാം, ഈ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് എന്ന് പറഞ്ഞിട്ട് പോവാം. ഓക്കെ, അതിൽ ആ E0 സെൽ 0 ആണ്. ഓക്കെ, ഈ മൈനസ് നമ്മൾ പ്ലസ് ആക്കുമ്പോൾ ഈ എന്ത് ചെയ്യും, ലോഗിൻ്റെ ഉള്ളത്തെ വാല്യൂ എന്ത് ചെയ്യും, പിന്നെ ഇൻവേഴ്സ് ആകുന്നതാണ്. അങ്ങനെയാണ് ഈ വാല്യൂ വരുന്നത്. ഓക്കെ, അതേമാതിരി രണ്ടാമത്തെ ടൈപ്പ് കോൺസെൻട്രേഷൻ സെല്ലാണ് ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ സെൽ. എന്ന് വെച്ചാൽ ഇവിടെ ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷനിൽ മാറ്റം ഉണ്ടാവും. ദാറ്റ് ഈസ് ദീസ് ടൈപ്സ് ഓഫ് സെൽസ് കൺസിസ്റ്റ് ഓഫ് ഐഡന്റിക്കൽ ഇലക്ട്രോഡ്സ് ഡിപ്ഡ് ഇൻ സൊല്യൂഷൻ ഓഫ് ദ സെയിം ഇലക്ട്രോലൈറ്റ് ബട്ട് വേരിയിങ് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും, വേരി ചെയ്യും. ഇവിടെ ആനോഡിൽ Zn2% കോൺസെൻട്രേഷൻ C1 ആണ്, ഇവിടെ കാത്തോഡിൽ Zn2% കോൺസെൻട്രേഷൻ C2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് എക്സ്പ്ലനേഷൻ കാണാൻ പറ്റും. ഇങ്ങനെ E0 സെൽ ഇവിടെ 0 ആക്കിയിട്ടുണ്ട്. ഈ മൈനസ് പ്ലസ് ആക്കുമ്പോൾ C1/C2 എന്തായും, C2/C1 ആകും. ഇനി ഈ ഒരു സെല്ല് സ്പോണ്ടേനിയസ് ആയി റിയാക്ഷൻ നടത്തണമെങ്കിൽ ഈ സെല്ല് പോസിറ്റീവ് ആണ്, ഈ സെല്ല് പോസിറ്റീവ് ആണെങ്കിൽ ഈ വാല്യൂ പോസിറ്റീവ് ആണ്, ഈ സെല്ല് പോസിറ്റീവ് ആണെങ്കിൽ C2/C1 must be greater than 1, that is C2 must be greater than C1 for this cell reaction to be spontaneous എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഡാനിയൽസിൽ നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഇലക്ട്രോലൈസിസ്. ഓക്കെ, ഇലക്ട്രോലൈസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്തുകൊണ്ട് ഒരു നോൺ സ്പോണ്ടേനിയസ് ആയി റിയാക്ഷൻ നടത്താൻ ശ്രമിക്കും. അതിനെയാണ് നമ്മൾ ഇലക്ട്രോലൈസിസ് ഇലക്ട്രോലൈസിസ് എന്ന് പറയാം. ലൈറ്റിക് സെൽ എന്നൊക്കെ ഇതിനെ നമ്മൾ പറയാം. ഇലക്ട്രോലൈസിസ് നിങ്ങൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തുകൊണ്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തുകയാണ്, ലൈസിസ് ബ്രേക്ക് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ എ സൊല്യൂഷൻ ടു ബ്രിങ് എ കെമിക്കൽ ചേഞ്ച്. ഇലക്ട്രിക് കറണ്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ലൈസിസ് നടത്തുകയാണ്, ബ്രേക്ക് ചെയ്യുകയാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ കേസസ് ഓഫ് ഇലക്ട്രോലൈസിസ് പറയുമ്പോൾ ഫസ്റ്റ് വേണം പറയാം, ഇലക്ട്രോലിസിസ് നടത്തണമെങ്കിൽ നമ്മൾ അയോൺസ് കണ്ടക്റ്റീവ് ആകണം. അപ്പോൾ കണ്ടക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രോലിസിസ് നടത്തൽ ഒന്നെങ്കിൽ മോൾട്ടൺ സൊല്യൂഷൻ ആയിക്കാരും, അല്ലെങ്കിൽ ആ സാൾട്ട് നമ്മൾ വെള്ളത്തിൽ അലിയിപ്പിച്ച് അക്യൂസ് സൊല്യൂഷനിലാണ് നടത്തുക. ഈ രണ്ടും ഡിഫറെൻ്റ് ആണ്. മോൾട്ടൺ സൊല്യൂഷൻ എളുപ്പമാണ്, അക്യൂസ് സൊല്യൂഷൻ ആണെങ്കിൽ ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് മോൾട്ടൺ സോഡിയം ക്ലോറൈഡിൻ്റെ ഇലക്ട്രോലിസിസ് ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് NaCl മോൾട്ടൺ ആണെങ്കിൽ അതിൽ NaCl മാത്രമേ ഉള്ളൂ. NaCl സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്താകും, Na+ഉം Cl- ആകും. കാരണം മോൾട്ടൺ സ്റ്റേറ്റിൽ അവരുടെ ഇടയിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് അവർ എന്ത് ചെയ്യുക, Na+ഉം Cl- ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് പറയാൻ പറ്റും കാത്തോഡിൽ ആരാ വരിക, നിങ്ങൾ ഇങ്ങനെ ഓർക്കുക, കാത്തോഡിൽ കാറ്റയോൺ വരിക. കാത്തോഡിൻ്റെ ചാർജ് ഇലക്ട്രോലൈറ്റിക് സെല്ലാണെങ്കിൽ നെഗറ്റീവ് ആയിരുന്നു, അവിടെ കാറ്റയോൺ വരും. കാത്തോഡിൽ എന്തേ നടക്കുള്ളൂ, റിഡക്ഷനെ നടക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ കാത്തോഡിൽ കാറ്റയോൺ വന്ന് റെഡ്യൂസ് ചെയ്തിട്ട് സോഡിയം മെറ്റലൈറ്റ് ഡെപ്പോസിറ്റ് ചെയ്യും. ആനോഡിൽ ആരേ വരുള്ളൂ, ആനിയോൺ മാത്രമേ വരുള്ളൂ. ആനോഡ് എന്ത് നടക്കുള്ളൂ, ഓക്സിഡേഷൻ മാത്രമേ ഉണ്ടാവും. അപ്പോൾ 2Cl- ഇലക്ട്രോൺ ലൂസ് ചെയ്ത് Cl2 ഉണ്ടാവും അല്ലേ. അപ്പോൾ മോൾട്ടൺ അല്ലേ, ദാറ്റ് ഈസ് NaCl സൊല്യൂഷൻ, ദാറ്റ് ഈസ്
മോൾട്ടൺ NaCl സൊല്യൂഷൻ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കാത്തോഡിൽ സോഡിയം മെറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ആനോഡിൽ എന്ത് ചെയ്യും ക്ലോറിൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഈ റിയാക്ഷൻ നമ്മൾ രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഓവറോൾ റിയാക്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ കാര്യം ഓർത്ത് വെക്കുക. ഇനി മോൾട്ടൺ സോഡിയം ക്ലോറൈഡിന് പകരം നിങ്ങൾ ശ്രദ്ധിക്കണം, അക്വസ് സോഡിയം ക്ലോറൈഡ് തന്നു കഴിഞ്ഞാൽ പ്രശ്നമാണോ? യെസ്, തീർച്ചയായിട്ടും പ്രശ്നമാണ്. എന്താണ് അവിടുത്തെ പ്രശ്നം? ഓക്കെ, ദാറ്റ് ഈസ് അക്വസ് NaCl തന്നു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? നമ്മളെ കയ്യിൽ കാത്തോഡിലും ആനോഡിലും പ്രശ്നമുണ്ടല്ലോ. എന്താണ് പ്രശ്നം? കാത്തോഡിൽ Na+ ഉണ്ട് അല്ലേ? അക്വസ് എന്ന് പറയുമ്പോൾ അതിൽ ആരുണ്ട്? വാട്ടറില്ലേ? അപ്പോൾ Na+ ഉണ്ട്, H+ ഉണ്ട് അല്ലേ? ആനോഡിൽ ആരൊക്കെയുണ്ട്? Cl- ഉണ്ട്, OH- ഉണ്ട് അല്ലേ? അപ്പോൾ രണ്ടാളുകൾ, ഓക്കെ, രണ്ട് കാറ്റോണും വരും, രണ്ട് ആനിയോണും വരും. സോ ദർ വിൽ ബി എ കോമ്പറ്റീഷൻ. അപ്പോൾ കാത്തോഡിൽ റിഡക്ഷൻ നടക്കണം, ഒന്നെങ്കിൽ Na+ റിഡക്ഷൻ നടക്കണോ, അല്ലെങ്കിൽ ഇവിടുത്തെ വാട്ടറിൻ്റെ റിഡക്ഷൻ നടക്കണോ, ആനോഡിൽ Cl- ഓക്സിഡേഷൻ നടക്കണോ, അല്ലെങ്കിൽ ഇവിടുത്തെ വാട്ടറിൻ്റെ ഓക്സിഡേഷൻ നടക്കണോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഓക്കെ, അതൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം കാത്തോഡ് നോക്കട്ടോ. ആദ്യം കാത്തോഡാണ് എളുപ്പം. അപ്പോൾ കാത്തോഡ് നോക്കാം. അപ്പോൾ കാത്തോഡ് നോക്കുമ്പോൾ കാത്തോഡിൽ സോഡിയത്തിൻ്റെ റിഡക്ഷൻ്റെ എന്താണ്? സോഡിയം റിഡക്ഷൻ അല്ലേ? സോഡിയത്തിൻ്റെ കേസിൽ കാത്തോഡിൽ എന്തുണ്ടാകുക? റിഡക്ഷൻ ഉണ്ടാകും. ആനോഡിൽ എന്തുണ്ടാകും? ഓക്സിഡേഷൻ ഉണ്ടാകും. അങ്ങനെയല്ലേ? അപ്പോൾ കാത്തോഡിൽ നമുക്ക് കാണാൻ പറ്റും, കാത്തോഡിൽ സോഡിയത്തിൻ്റെ റിഡക്ഷന് വേണ്ടി റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എത്രയാണത്? ഇറ്റ്സ് -2.71. അതേമാതിരി വാട്ടറിൻ്റെ റിഡക്ഷൻ അല്ലെ, വാട്ടർ റെഡ്യൂസ് ചെയ്ത് എന്ത് ചെയ്യും? ഹൈഡ്രജൻ ആകും. അതിന് വേണ്ടി എത്രയാണ്? -0.83. അപ്പോൾ ഏത് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് കൂടുതലെന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടുന്ന് കണ്ണും പൂട്ടി പറയാൻ പറ്റും, ഇവിടെ വാട്ടറിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് കൂടുതൽ, മോർ പോസിറ്റീവ്. അങ്ങനെ മോർ പോസിറ്റീവ് ആയതുകൊണ്ട് കാത്തോഡിൽ ആരാ ഡോമിനേറ്റ് ചെയ്യുക? വാട്ടറിൻ്റെ റിഡക്ഷൻ ഡോമിനേറ്റ് ചെയ്യുകയും അവിടെ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുക? ഹൈഡ്രജൻ ഗ്യാസ് ആണ് അവിടെ ലിബറേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ആനോഡിൻ്റെ കേസ് നോക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ക്ലോറിൻ്റെ ഓക്സിഡേഷൻ ഉണ്ട്, അവിടെ -1.36 വോൾട്ട് ആണ്. വാട്ടറിൻ്റെ ഓക്സിഡേഷൻ ഉണ്ട്, O2 റിലീസ് ചെയ്യുന്ന കേസ്, ദാറ്റ് ഈസ് അവിടെ -1.23. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇവിടെ അല്ലേ, ഇവിടെ പിന്നെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലാണ് വരുത്തുന്നത് അല്ലേ? -1 0 ഓക്സിഡേഷൻ ആണ്, -2 0 അല്ലേ? വാട്ടർ അല്ലേ? ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ളത് വാട്ടറാണ്. അതുകൊണ്ട് വാട്ടറിൽ നിന്ന് വാട്ടർ ഓക്സിഡൈസ് ചെയ്ത് O2 റിലീസ് ചെയ്യും എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ ഓർക്കണം, വാട്ടറിൻ്റെ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെരി സ്ലോ പ്രോസസ്സ്. അയാൾക്ക് അത്യാവശ്യം ആക്ടിവേഷൻ എനർജി വേണ്ടിയ വളരെ സ്ലോ പ്രോസസ്സാണ്. -1.23 വോൾട്ട് എന്ന് പറഞ്ഞാലും കൂടിയും അവിടെ നിങ്ങൾ ആ വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ പോലും എന്തുണ്ടാവില്ല? അവിടെ ഓക്സിഡേഷൻ നടക്കുന്നില്ല. അവിടെ ഓക്സിഡേഷൻ നടക്കണമെങ്കിൽ നിങ്ങൾ ഒരു എക്സ്ട്രാ ഓവർ വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യണം ഫോർ ഗെറ്റിംഗ് ദർ ആക്ടിവേഷൻ എനർജി. അങ്ങനെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യണം? ഒരു 0.25 വോൾട്ട്, ദാറ്റ് ഈസ് എക്സ്ട്രാ വോൾട്ടേജ് അല്ലെങ്കിൽ ഓവർ വോൾട്ടേജ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയും ഏകദേശം എത്ര വേണം? ഒരു ഓക്കെ, ഇവിടെ മൈനസ് ആണ്, ഏകദേശം -1.48 വോൾട്ടേജ് ആയാലൊക്കെയാണ് എന്ത് ചെയ്യുള്ളൂ? വാട്ടർ ഓക്സിഡേഷൻ നടക്കുകയുള്ളൂ. അതാണ് എക്സ്പെരിമെൻ്റൽ ഫാക്റ്റ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പറയാൻ പറ്റും, ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ ആരാ ഡോമിനേറ്റ് ചെയ്യുക? ക്ലോറിനാണ് ഡോമിനേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ ആനോഡിൽ ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നടക്കുകയും അത് കാരണം അവിടെ ക്ലോറിൻ ഗ്യാസ് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, സോ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ് സോഡിയം ക്ലോറൈഡ്, അക്വസ് സോഡിയം ക്ലോറൈഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൈഡ്രജൻ ഗ്യാസ് കാത്തോഡിലും അതേമാതിരി ക്ലോറിൻ ഗ്യാസ് ആനോഡിലും കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ ബാക്കി ഉണ്ടാകുന്ന ആളുകൾ ആരൊക്കെയാണ്? ദാറ്റ് ഈസ് കാത്തോഡിൽ Na+ ബാക്കി ഉണ്ടാകും അല്ലേ? കാത്തോഡിൽ Na+ ബാക്കി ഉണ്ടാകും, ആനോഡിൽ OH- അല്ലേ? ദാറ്റ് ഈസ് ആനോഡിൽ ഇവിടെ ആനോഡിൽ എന്തുണ്ടാകും? കുറച്ച് അല്ലേ, അതായത് കുറച്ച് OH- നമുക്ക് കാണാൻ പറ്റും. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഈ രണ്ട് റിയാക്ഷൻസ് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ Na+ കാണാൻ പറ്റും, OH- കാണാൻ പറ്റും. അപ്പോൾ അവിടുത്തെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് NaOH. ഓക്കെ, അവിടുത്തെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് NaOH. അപ്പോൾ NaOHൻ്റെ മാനുഫാക്ചർ നമ്മൾ ഈ ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ടെന്ന് ഓർക്കുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഇലക്ട്രോളിസിസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇലക്ട്രോളിസിസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് പറയുമ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ കേസിലും ഇതേമാതിരി തന്നെയാണ്. ഓക്കെ, സൾഫ്യൂരിക് ആസിഡ് H2SO4 കേസിൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. കാഥോഡിൽ എപ്പോഴും എന്ത് ഉണ്ടാവുകയുള്ളൂ? ഹൈഡ്രജൻ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ആനോഡിൽ എന്തുണ്ട്? ആനോഡിൽ രണ്ട് ചാൻസ് ഉണ്ട്. രണ്ട് ചാൻസ് എന്ന് വെച്ചാൽ ഒന്ന് SO4 ഉണ്ട്, ഒന്ന് വാട്ടറും ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഇവിടെ എന്താ പ്രത്യേകത? വാട്ടറിൻ്റെ അല്ലേ, വാട്ടറിൻ്റെ ദാറ്റ് ഈസ് ആനോഡിൽ
ആനോഡിൽ നമ്മൾ കാണുന്ന ഓക്സിഡേഷൻ അല്ലേ, ദാറ്റ് ഈസ് ഇവരുടെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽസ് തന്നിട്ടുണ്ട് അല്ലേ. ഇവർ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇവരുടെ അല്ലേ, ദാറ്റ് ഈസ് വാട്ടറിന് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ -1.23, ഈ സൾഫേറ്റ് ആയതുകൊണ്ടാണെങ്കിലോ -1.96 ആണ്. അപ്പോൾ ആരെ ഡോമിനേറ്റ് ചെയ്യുക? അപ്പോൾ വാട്ടർ തന്നെ ഡോമിനേറ്റ് ചെയ്യും. സോ അവിടെ വാട്ടറിൻ്റെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് എന്ത് സംഭവിക്കും? വാട്ടറിൻ്റെ ഓക്സിഡേഷൻ ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് അവിടെ എന്ത് ചെയ്യും? O2 റിലീസ് ചെയ്യും. അപ്പോൾ ഇവിടെ H2 റിലീസ് ചെയ്യും, ഇവിടെ O2 റിലീസ് ചെയ്യുന്നതായി കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുന്ന സംഭവം ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെങ്കിൽ ഫസ്റ്റ് ഈസ് പ്രിഫേർഡ്, ഓക്സിജൻ റിലീസ് ചെയ്യും. എന്നാൽ കോൺസെൻട്രേഷൻ സൊല്യൂഷൻ ആകുമ്പോൾ ഓക്കെ H2O8 2- റിലീസ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ പ്രൊഡക്ട്സ് ഓഫ് ഇലക്ട്രോളിസിസ് എന്ന ഒരു പ്രത്യേക ടോപ്പിക്കാണ്, അത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നോക്കണം. അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ജസ്റ്റ് ഈ സിമ്പിളായ ഒരു കാര്യം ഓർത്താൽ മതി. നിങ്ങൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് അതേമാതിരി ഗ്രൂപ്പ് 13 ഇങ്ങനത്തെ എലമെൻറ്റ്സ് സാധാരണഗതിയിൽ വന്നാൽ ഓക്കെ ഇവർക്കൊരിക്കലും വാട്ടറിനെക്കാട്ടിലും എന്തുണ്ടാവില്ല, കാത്തോഡിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവില്ല. അപ്പോൾ കാത്തോഡിൽ എന്താ സാധാരണ പ്രൊഡ്യൂസ് ചെയ്യുക? ഹൈഡ്രജനാണ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് ഓർത്ത് വെക്കുക. റെഡിയിൽ ഹൈഡ്രജനാണ് സാധാരണഗതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് ഓർത്ത് വെക്കുക. ഇനി കോപ്പർ സിൽവർ ഗോൾഡ് ഇങ്ങനെ പോസിറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടായാൽ അവരാണ് ഡെപ്പോസിറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് കോപ്പർ സിൽവർ ഗോൾഡ് ഇങ്ങനത്തെ ആൾക്കാർക്ക് എന്തുണ്ടാകും? കാത്തോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും, കാത്തോഡിൽ റിലീസ് ചെയ്യാറുണ്ട്. ഇനി ആനോഡിൽ നമ്മൾ പറഞ്ഞ കേസിൽ SO4 2- NO3- F- അങ്ങനത്തെ ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ ആനോഡിൽ റിലീസ് ചെയ്യാൻ ചോദിച്ചാൽ ഇറ്റ് ഈസ് ഓക്സിജൻ ഗ്യാസ്. ഇവിടെ ഓക്സിജൻ ഗ്യാസ് ആയിക്കാരം. അങ്ങനെ ആൽക്കലി മെറ്റൽ ഗ്രൂപ്പ് 13 വന്നാൽ ഹൈഡ്രജൻ ഗ്യാസ് ആയിക്കാരം. അപ്പോൾ അതൊക്കെ ഓർത്ത് വെക്കുക, ഒരു ഷോർട്ട് കട്ടായി ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അക്വസ് ഞാൻ ജസ്റ്റ് ചോദിച്ചിരിക്കണേ, അക്വസ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യൂസിങ് പ്ലാറ്റിനം ഇലക്ട്രോഡ് ഓക്കെ അക്വസ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ തന്നെ രണ്ട് കേസുകളുണ്ട്. തൽക്കാലം ഒരു കേസ് നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ, അക്വസ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ യൂസിങ് പ്ലാറ്റിനം ഇലക്ട്രോഡ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് കിട്ടും? അപ്പോൾ നിങ്ങൾ കാത്തോഡിൽ ആരുണ്ടാകും? കാത്തോഡിൽ കോപ്പർ ഉണ്ടാകും. ആനോഡിൽ ആരുണ്ടാവും? SO4 ആയതുകൊണ്ട് ആരുണ്ടാകുക? ഓക്സിജൻ ആണ് ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ സാധാരണഗതിയിൽ കാണാറുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഓക്കെ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ കാത്തോഡിൽ കോപ്പറും H+ ഉണ്ട്. പക്ഷേ കോപ്പറാണ് ഡോമിനേറ്റ് ചെയ്യുക, കാരണം H+ റിഡക്ഷൻ പൊട്ടൻഷ്യൽ അത്രയല്ല, കോപ്പറിൻ്റെ കുറച്ചും കൂടുതലാണ്, +0.34 ആണ്, അതുകൊണ്ട് ഡോമിനേറ്റ് ചെയ്യും. അതേമാതിരി SO4 2- ഓക്സിഡേഷൻ ഓഫ് വാട്ടർ വന്നാൽ അത് ഓക്സിഡേഷൻ ഓഫ് എന്ത് ചെയ്യുക? വാട്ടർ ഡോമിനേറ്റ് ചെയ്ത് O2 റിലീസ് ചെയ്യുന്നതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് ആണ്. ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോൾ ഇത്രയും നേരം നമ്മൾ ക്വാളിറ്റേറ്റീവ് മാനറിൽ പറയും. ഇനി ക്വാണ്ടിറ്റേറ്റീവ് മാനറിൽ എത്രമാത്രം മാസാണ് ഡിസോൾവ് ചെയ്യുക, അല്ലെങ്കിൽ എത്ര മാസ് ഓഫ് ഗ്യാസ് ആണ് ഡിലിബറേറ്റ് ചെയ്യുന്നൊക്കെ പറയാൻ വേണ്ടിയാണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് പറഞ്ഞത്. ഫസ്റ്റ് ഫാരഡേസ് ലോ പറഞ്ഞാൽ എത്രമാത്രം ഡിസോൾവ് ചെയ്യും അല്ലെങ്കിൽ എത്രമാത്രം ലിബറേറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞത്. ഡിസോൾവ് ചെയ്യും അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യും, ദാറ്റ് ഇറ്റ് ഈസ് amount of Faraday's first law states that the amount of any substance that is deposited or liberated at an electrode is directly proportional to the quantity of charge അല്ലെങ്കിൽ electricity passing through the electrolyte എന്ന് പറയാൻ പറ്റും. That is W is directly proportional to Q. W equal to ZQ. Z എന്ന് പറഞ്ഞാൽ electrochemical equivalent of substance ആണ്. ഓക്കെ, അയാളെ നമ്മൾ പറയാറുണ്ട് ഇറ്റ് ഈസ് E/Z is equal to E/96500 എന്ന് പറയാറുണ്ട്. അപ്പോൾ എങ്ങനെ വരും? നമുക്ക് വരുന്ന ഇക്വേഷൻ Z is equal അല്ലേ, W is equal to Z into Q, W is equal to Z into IT, W is equal to E/96500 into IT എന്ന് പറയും. ഓക്കെ, അങ്ങനത്തെ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻസ് പഠിച്ചു വെക്കാം. ഇതാണ് സാധാരണഗതിയിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ഓക്കെ, പിന്നെ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ഓഫ് മോൾസ് വരുന്നതിനനുസരിച്ച് നമുക്ക് ആ സ്പോട്ടിൽ മാറ്റിയൊരു ഇക്വേഷനും നോക്കാം. ഓക്കെ, ഇനി ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു 1 മോൾ ഓഫ് ഇലക്ട്രോൺ, ഇപ്പോൾ ഉദാഹരണമായിട്ട് എന്ത് ചെയ്യുക, ഇവിടെ തന്നിട്ട് കണ്ടോ Ag+ ഒരു ഇലക്ട്രോണിന് ഗെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, Ag ആകുന്നുണ്ട്, Ag സോളിഡ് ആകുന്നുണ്ട്. പക്ഷെ നിങ്ങളിവിടെ ഉപയോഗിക്കുന്നത് 1 മോൾ ആണെങ്കിലോ, 1 മോൾ Ag+ ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണം, 1 മോൾ ഇലക്ട്രോൺ വേണം. അപ്പോൾ 1 മോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് എത്ര കണ്ടെത്തണം? നമുക്കറിയാം ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് -1.6 × 10⁻⁹. ഇപ്പോൾ 1 മോൾ ആകുമ്പോൾ അവിടെ അവഗാഡ്രോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാകും. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പറാണ് എത്ര, 96487
കൂളും എന്ന് പറഞ്ഞത്. ആ ഒരു 1 mole ഓഫ് ഇലക്ട്രോണിൻ്റെ ചാർജിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക 1 ഫാരഡേ എന്ന് പറഞ്ഞത്. അത് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക 96500 കൂളും എന്ന് നമ്മൾ പ്രോബ്ലംസ് എടുക്കാറുണ്ട്. ഈ ക്വാണ്ടിറ്റി ഓഫ് ദാറ്റ് ഈസ് ദ ചാർജ് ഓഫ് 1 mole ഓഫ് ഇലക്ട്രോൺ, ആ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി നമ്മൾ എന്ത് വിളിക്കുക 1 ഫാരഡേ എന്ന് വിളിക്കുക. ദാറ്റ് ഇസ് 1 ഫാരഡേ ഈസ് 96500 കൂളും എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം Mg2+ തന്നു കഴിഞ്ഞാൽ Mg+2+ന് 2 ഇലക്ട്രോൺ അല്ലേ, 2 mole ഓഫ് ഇലക്ട്രോൺ ചെയ്തിട്ട് Mg മെഗ്നീഷ്യം ആകണം. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര ഫാരഡ് പ്രൊവൈഡ് ചെയ്യണം 2 mole ഇലക്ട്രോൺ വേണം. 1 mole ഇലക്ട്രോണിൻ്റെ ചാർജാണ് 1 ഫാരഡ്. അപ്പോൾ 2 mole ഇലക്ട്രോൺ വേണമെങ്കിൽ അവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യണം 2 ഫാരഡ് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയും. ഓക്കെ, ഇനി അതേമാതിരി തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് നിങ്ങൾ 2 ഫാരഡേ പ്രൊവൈഡ് ചെയ്താൽ 24 ഗ്രാം മെഗ്നീഷ്യം ഉണ്ടാവും. എന്നാൽ നിങ്ങൾ 1 ഫാരഡേ നിങ്ങൾ പ്രൊവൈഡ് ചെയ്താൽ ഇഫ് യു പ്രൊവൈഡ് 1 ഫാരഡേ അവിടെ എന്താ 12 ഗ്രാം മെഗ്നീഷ്യമാണ് ഉണ്ടാകുക അല്ലേ. ദാറ്റ് ഈസ് ഇഫ് യു പ്രൊവൈഡ് 1 ഫാരഡേ equivalent 1 gram equivalent of substance is deposited or liberated എന്ന് പറയാൻ പറ്റും. നിങ്ങൾ 1 ഫാരഡേ ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന 1 gram equivalent of substance ആയിരിക്കും ഉണ്ടാവുക എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ കാര്യം ഓർത്ത് വെക്കുക. ഇനി ഫാരഡേസ് സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തു ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തു ജസ്റ്റ് നോക്കുക. ഇവർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് സീരീസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുക കേട്ടോ, ഇങ്ങനെ സീരീസിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ പാസ് ചെയ്യുന്ന ചാർജ് സെയിം ആയിക്കാരം. ഓക്കെ, അപ്പോൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ ലിബറേറ്റ് ചെയ്യണോ സബ്സ്റ്റൻസുകളെ amount it will be in their ratio of their equivalent mass എന്ന് പറയാൻ പറ്റും. That is the amount of different substance liberated or deposited by same quantity of electricity. That is series connected ആണെങ്കിൽ same quantity of electricity ആണെങ്കിൽ passing through the electrolytic solution are proportional to their chemical equivalent weight. equivalent massനും proportional ആയിരിക്കും. That is A യും B യും 2 സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും WA/WB is equal to EA/EB എന്ന് പറയാം. ഇനി 3 സബ്സ്റ്റൻസ് ഉണ്ടെങ്കിലോ നമുക്ക് ഇതിനെ പറയാൻ പറ്റും WA/WB is equal to EA/EB എന്ന് പറയാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം WA/EA is equal to WB/EB എന്നും നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് വിൽ ബി ഈക്വൽ ടു WC/EC എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ് കേട്ടോ. ആ രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ആ കാര്യം ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഫാരഡേ സെക്കൻഡ് ലോ പറഞ്ഞാൽ നമ്മൾ ഇനി എന്ത് ചെയ്യുക കുറച്ച് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസിനെ കുറച്ച് ബേസിക് ആയ ടേംസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് റെസിസ്റ്റൻസ് ആണ്. എല്ലാവർക്കും അറിയാം റെസിസ്റ്റൻസ് പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ ആ കണ്ടക്ടറിൻ്റെ ലെന്ത് L ആണ്, ഇവരുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണെങ്കിൽ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ρ/L/A എന്നാണ് പറയുക. ഇതിൽ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഏത് മക്കളെ ഓം എന്ന് പറയും. ഇതിൽ അതേമാതിരി ഇത് ലെങ്ത്, ഇത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇയാളെ നമ്മൾ വിളിക്കുന്ന നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി നമ്മളെന്താ വിളിക്കാം എന്തെങ്കിലും വിളിക്കും റെസിസ്റ്റിവിറ്റി, അല്ലെങ്കിൽ നമ്മൾ സാധാരണ വിളിക്കുന്നത് റെസിസ്റ്റിവിറ്റി എന്ന് വിളിക്കാം. റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ദിസ് റോ ഈസ് ഈക്വൽ ടു R/A/L എന്ന് പറയും. ദാറ്റ് ഈസ് അയാളുടെ യൂണിറ്റ് എന്താ വരിക ഇറ്റ് വിൽ ബി ഓം മീറ്റർ അല്ലേ. ഓം മീറ്റർ ആണ് വരിക അല്ലേ. ഓം മീറ്ററൊക്കെ വരെ യൂണിറ്റ് ആയിട്ട് വരിക. ഇനി അതേമാതിരി നമ്മളെ പറഞ്ഞ അടുത്തൊരു ടേമാണ് അതേമാതിരി ഒരു ടേം കൂടി ഉണ്ട്. ഇതേമാതിരി നമ്മളൊരു ടേം കൂടി പറയാറുണ്ട് കണ്ടക്റ്റൻസ് എന്ന് പറയും അല്ലേ. കണ്ടക്റ്റൻസ് ഇതേമാതിരി നമ്മളൊരു ടേം പറയാറുണ്ട് കണ്ടക്റ്റൻസ് എന്നൊരു ടേം പറയാറുണ്ട് അല്ലേ. കണ്ടക്റ്റൻസ് പറഞ്ഞാൽ ഒന്നുമില്ല, G എന്ന ലെറ്റർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് റെസിപ്രോക്കൽ. കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് G ഈസ് ഈക്വൽ ടു 1/R. ഇറ്റ് ഈസ് എ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയും. അപ്പോൾ ഇയാളെ യൂണിറ്റ് വരിക എന്താ ഓം ഇൻവേഴ്സ് എന്നാണ് വരിക അല്ലേ. ദാറ്റ് ഈസ് ജീൻ്റെ യൂണിറ്റ് വരിക ഒന്നെങ്കിൽ എന്താ ഓം ഇൻവേഴ്സ് എന്ന് വരും, അല്ലെങ്കിൽ MHO മോ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ സീമെൻസ് എന്ന യൂണിറ്റ് നമ്മൾ സാധാരണ കൊടുക്കാറുണ്ട്. ഇനി നമുക്ക് നോക്കട്ടെ കണ്ടക്ടിവിറ്റി ആണ് അല്ലേ. അപ്പോൾ കണ്ടക്ടിവിറ്റി പറയുമ്പോൾ എന്താ പ്രത്യേകത? കണ്ടക്ടിവിറ്റി പറഞ്ഞാൽ ഒന്നുമില്ല. കണ്ടക്ടിവിറ്റി നമ്മൾ കാപ്പ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി ഈസ്
ഇറ്റ് ഈസ് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി എന്നാണ് നമ്മൾ പറയാറുള്ളത്. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ളത്. സോ നമ്മൾ എങ്ങനെ കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് എന്താ ആർ ഈസിക്കൽ അല്ലേ, ആർ ഈസിക്കൽ ടു റോ എൽ ബൈ എ അല്ലേ, ഇറ്റ് ഈസ് 1 റോ ഈസിക്കൽ ടു 1/r ഇൻറ്റു എൽ ബൈ എ വരും. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ 1 റോ ആണ് കാപ്പ ഈസിക്കൽ ടു 1/r ഇത് ഇൻറ്റു എൽ ബൈ എ. ഈ എൽ ബൈ എ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൽ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? സെൽ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുക. അതൊരു സെല്ലിന് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിക്കാരും നമ്മൾ സാധാരണഗതിയിൽ പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടക്ടിവിറ്റിനോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അതേമാതിരി നമുക്കുള്ളതാണ് മോളാർ കണ്ടക്ടിവിറ്റി. മോളാർ കണ്ടക്ടിവിറ്റി പറഞ്ഞാൽ ഒന്നുമില്ല. സാധാരണഗതിയിൽ നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നമുക്ക് സാധാരണഗതിയിൽ അല്ലേ നമ്മളൊരു സൊല്യൂഷൻ എടുത്തിട്ട് അവരുടെ ഇടയിൽ 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അവരുടെ ഇലക്ട്രോണിൻ്റെ ഏരിയ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 1 സെൻറ്റിമീറ്റർ ക്യൂബിലുള്ള ഇലക്ട്രോലൈറ്റിൻ്റെ, ദാറ്റ് ഈസ് 1 cm ക്യൂബിലുള്ള 1 സെൻറ്റിമീറ്റർ ക്യൂബുള്ള ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്റ്റൻസിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ എന്ന് വിളിക്കുക, കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കാം. കണ്ടക്ടിവിറ്റി ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് മേ ബി ഡിഫൈൻ ആസ് ദ കണ്ടക്ടൻസ് ഓഫ് എ സൊല്യൂഷൻ ഓഫ് 1 cm ക്യൂബ് ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി അങ്ങനെ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അതായത് 1 മോൾ ഓഫ് ഇലക്ട്രോലൈറ്റിനെ കണ്ടക്ടിവിറ്റി നമ്മൾ എന്ത് വിളിക്കാം? മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കാം. മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കാം. ഓക്കെ, അവരുടെ ഇക്വേഷൻ വരുന്നത് ലാംഡ എം ഈസിക്കൽ ടു, ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ 1 cm ക്യൂബ് അല്ല, നമ്മൾ എന്ത് ചെയ്യുക, വി cm ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കെ ഇൻറ്റു അല്ലേ, കെ എന്ന് പറഞ്ഞാൽ 1 cm ക്യൂബിൻ്റെ കണ്ടക്ടിവിറ്റിയാണ്. ഇതെന്താ വി എമ്മോ വി എന്താണ് വി cm ക്യൂബിൻ്റെ കണ്ടക്ടിവിറ്റിയാണ്. അവിടെ 1 മോൾ ഉണ്ടാവും. അതാണ് ലാംഡ എം ഈസിക്കലും കെ ഇൻറ്റു വി എന്ന് എഴുതുക. ഇവർക്ക് വേറെ ഇക്വേഷൻ കൊണ്ടുവരുന്നത് ലാംഡ എം ഈസിക്കലും കെ ഇൻറ്റു 1000 ബൈ മൊളാരിറ്റി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൂടി ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇയാളുടെ യൂണിറ്റ് ഏകദേശം വരിക സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് എന്ന യൂണിറ്റാണ് വരിക. ഇതേമാതിരി മോളാർ കണ്ടക്ടിവിറ്റി മാതിരി നമ്മൾ പറഞ്ഞ സംഭവമാണ് ഇക്വലൻ കണ്ടക്ടിവിറ്റി. ദാറ്റ് ഈസ് അവിടെ എന്തുണ്ടാകും? 1 മോൾ ഓഫ് ഇലക്ട്രോലൈറ്റിന് പകരം എന്തുണ്ടാവും? 1 ഇക്വലൻ്റ് ഓഫ് ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും. അപ്പം എന്താണ് ഇക്വലൻ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അല്ലേ, ഇക്വലൻ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു കാപ്പ കണ്ടക്ടിവിറ്റി ഇൻറ്റു വി എന്ന് പറയാൻ പറ്റും. നമുക്ക് ദാറ്റ് ഈസ് ഇക്വലൻ കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു 1000 ബൈ നോർമൽ എന്ന് പറയാൻ പറ്റും. ഇവിടെ യൂണിറ്റ് വരിക സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ ഇക്വലൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇനി കണ്ടക്ടിവിറ്റിയും അതേമാതിരി എന്ത് ചെയ്യുക, മോളാർ കണ്ടക്ടിവിറ്റിൻ്റെയും വേരിയേഷൻ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, കണ്ടക്ടിവിറ്റിൻ്റെയും മോളാർ കണ്ടക്ടിവിറ്റിൻ്റെയും വേരിയേഷൻ നമ്മൾ പറയാൻ പോകുന്നത്. സാധാരണഗതിയിൽ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും, നിങ്ങൾ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ കണ്ടക്ടിവിറ്റി സാധാരണഗതിയിൽ കുറയും. ഓക്കെ, കണ്ടക്ടിവിറ്റി ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓർ ഓൺ ഡൈല്യൂഷൻ. ദിസ് ഇസ് ബിക്കോസ് ദ നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം ഡിക്രീസസ് എന്നാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ വോളിയം കൂടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഭവം മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, സംഭവം ഇവിടെ മോളാർ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും, നിങ്ങൾ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് ആണ്, കൂടുകയാണ് ചെയ്യുന്നത്. അതിന് കാരണം എന്താ, നിങ്ങൾ ഇവിടെ കെ എന്ത് ചെയ്യുന്നുണ്ട്, കെ ഇവിടെ കുറയുന്നുണ്ട്, പക്ഷേ വി ഇവിടെ നല്ല രീതിയിൽ കൂടുന്നുണ്ട്. അപ്പോൾ ആരെ ഡോമിനേറ്റ് ചെയ്യുക, ഇവിടെ വി ഡോമിനേറ്റ് ചെയ്യും. അത് കാരണം എന്ത് ചെയ്യുക, ലാംഡ എം എന്ത് ചെയ്യും, കൂടുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും കെ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും, പക്ഷേ മോളാർ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസസ് ഓൺ ഡൈല്യൂഷൻ എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മാറുക. നമുക്കറിയാം ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ കെ അല്ലേ മോളാർ കണ്ടക്ടിവിറ്റി കൂടുമെന്ന് പറഞ്ഞു. ഓക്കെ, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിലാണ് ചെറിയൊരു ഇൻക്രിമെൻറ്റ് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. എന്നാൽ വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കേസിലും കുറച്ച് ഇങ്ങനെ ഇൻക്രിമെൻറ്റ് വന്ന് ഇങ്ങനെ കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നല്ലോണം എന്ത് ചെയ്യുക, ഇൻക്രിമെൻറ്റായി കാണാൻ കഴിയും. ഓക്കെ, അതിന് കാരണം എന്താ, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഓൾറെഡി ഡിസോസിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഓക്കെ, അതിന് പിന്നെ അധികം ഡിസോസിയേറ്റ് ചെയ്യാനില്ല. എന്നാൽ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്തു, വാട്ടർ ആഡ് ചെയ്ത് പോകുമ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്യും, ആൽഫ റീച്ചസ് ടു ഓൾമോസ്റ്റ് 1, ദാറ്റ് ഈസ് എന്താ 100% ഡിസോസിയേറ്റ് ഉണ്ടാവുകയും എല്ലാ അയോൺസും ഡിസോസിയേറ്റ് ചെയ്യും. അത് കാരണം അവിടെ എന്ത് ചെയ്യും, മോളാർ കണ്ടക്ടിവിറ്റി കൂടുന്നതായി കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ പോയിട്ട് ഇവരെന്ത് ചെയ്യുക, ഇൻഫിനിറ്റിലോട്ട് ഈ ലൈൻ പോകുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് കെ സി എല്ലിലെ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ ഒരു വാല്യൂ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ഇത് മോളാർ കണ്ടക്ടിവിറ്റി ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, കോൺസെൻട്രേഷൻ 0 ആകുമ്പോൾ, ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ 0 എന്ന് പറഞ്ഞാൽ എന്താ, ദാറ്റ് ഈസ് ഇൻഫൈനൈറ്റ് ഡൈല്യൂഷൻ അല്ലേ. ആ ഇൻഫൈനൈറ്റ് ഡൈല്യൂഷനുള്ള മോളാർ കണ്ടക്ടിവിറ്റി നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് എന്ത്, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്ലോട്ട് ചെയ്തിട്ട് ഗ്രാഫിൽ കണ്ടെത്താൻ പറ്റും. എന്നാൽ വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കേസിൽ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ട് വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലോ ആണ് കോൾഡ് റാഷസ് ലോ എന്നൊക്കെ നമ്മൾ സാധാരണ പറയും.
ഓക്കെ, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ വാല്യൂ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി when the concentration approaches zero. കോൺസെൻട്രേഷൻ സീറോ ആവുകയോ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ഡൈല്യൂഷനുള്ള മോളാർ കണ്ടക്ടിവിറ്റി നമ്മൾ എന്ത് വിളിക്കുക? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുക. ഓക്കെ, അത് നമുക്ക് എക്സ്ട്രാപോളേറ്റ് ചെയ്തിട്ട് സ്ട്രോങ് ഇലക്ട്രോലൈസിന്റെ കേസിൽ കാണാൻ പറ്റും. ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിറ്റർമൈൻ മോളാർ കണ്ടക്ടിവിറ്റി at infinite dilution in case of strong electrolytes by extrapolation of curve. ഈ നമ്മൾ കണ്ട കർവ് അതേമാതിരി തന്നെ അവിടെ ഒരു ഇക്വേഷൻ പറയാനാണ് ഡിബൈ ഹക്കർ ഓൺസാക്കർ ഇക്വേഷൻ പറഞ്ഞ ഈ ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റും. എന്നാൽ നിങ്ങൾ ഓർക്കുക നിങ്ങൾക്ക് വീക്ക് ഇലക്ട്രോലൈസിൻ്റെ കേസ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുമോ? ഇല്ല. ദ വാല്യൂ ഓഫ് molar conductivity of weak electrolytes at infinite dilution cannot be determined by extrapolation of the curve, as the curve becomes almost parallel to y-axis when concentration approaches zero. So ഇങ്ങനത്തെ ആൾക്കാർ കേസിൽ that is weak electrolytes എന്താണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടെത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലോ ആണ് കോൾഡ്-റാഷസ് ലോ. എന്താണ് കോൾഡ്-റാഷസ് ലോ പറഞ്ഞത്? കോൾഡ്-റാഷസ് ലോ പറഞ്ഞത് നിങ്ങൾക്ക് ഇൻഫൈനൈറ്റ് ഡൈല്യൂഷൻ ആകുമ്പോൾ അയോൺസ് തമ്മിൽ യാതൊരുവിധ ഇൻട്രാക്ഷനും ഉണ്ടാവില്ല. ഓക്കെ, യാതൊരുവിധ ഇൻട്രാക്ഷൻ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫൈനൈറ്റ് ഡൈല്യൂഷൻ ഫോർ എനി ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ സം ഓഫ് കോൺട്രിബ്യൂഷൻ ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അയോൺസ്. ദാറ്റ് ഇസ് കാറ്റോണിൻ്റെയും ആനിയോണിൻ്റെയും മൊബിലിറ്റിക്ക് നേരെ ആഡ് ചെയ്താൽ മതി, അല്ലെ കണ്ടക്ടിവിറ്റിക്ക് നേരെ ആഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. ദാറ്റ് ഈസ് ഇഫ് an electrolyte on dissociation give cations and anions, then is limiting molar conductivity നിങ്ങൾക്ക് എന്ത് ചെയ്യുക? കാറ്റോണിൻ്റെയും ആനിയോണിൻ്റെയും മോളാർ കണ്ടക്ടിവിറ്റി നിങ്ങൾ നേരെ ആഡ് ചെയ്ത് പോയാൽ മതി എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി കോൾഡ്-റാഷസ് ലോ ഉപയോഗിച്ചുള്ള പ്രത്യേകത എന്താ? ഇതൊക്കെ വീക്ക് ഇലക്ട്രോലൈസിൻ്റെ കേസിലാണ് വരുന്നത്. ഒന്ന്, വീക്ക് ഇലക്ട്രോലൈസിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി കണ്ടെത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? അസിറ്റിക് ആസിഡ് എന്ന വീക്കായ ആളുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടെത്തണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സ്ട്രോങ് ആയ ഇലക്ട്രോലൈറ്റ്സ് ആയ എന്ത് ചെയ്യുക? സോഡിയം അസറ്റേറ്റിൻ്റെയും HCl-ൻ്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആഡ് ചെയ്യുകയും അതിൽ നിന്ന് എന്ത് ചെയ്യുക? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ആയ അസിറ്റിക് ആസിഡ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതേമാതിരി കിട്ടുന്നതാണ്. അതേമാതിരി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും. ഓക്കെ, ലാംഡ എം എന്ന് പറഞ്ഞാൽ C കോൺസെൻട്രേഷനിൽ അവിടെ ലിമിറ്റിംഗ് അവിടെ മോളാർ കണ്ടക്ടിവിറ്റിയാണ്, അല്ലേ? ലാംഡ 0 എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ്. ഈ റേഷ്യോ എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൽഫ കിട്ടും. ആൽഫ കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ദാറ്റ് ഇസ് K = C alpha square by 1 - alpha നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, റെഡി അല്ലേ? ഇനി നമ്മൾ ഈ ചാപ്റ്റർ ലാസ്റ്റത്തെ ഒരു ഭാഗമായി നമ്മൾ പറഞ്ഞതാണ് ബാറ്ററീസ്, അല്ലേ? ബാറ്ററീസ് പറഞ്ഞാൽ ഒന്നുമില്ല, ഗാൽവനിക് സെൽസ് നമ്മൾ എന്ത് ചെയ്യുക? സീരീസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു വോൾട്ടേജ് കിട്ടും. അതിനെ നമ്മൾ വിളിക്കുക ബാറ്ററി. ആ ഒരു അറേഞ്ച്മെന്റ് നമ്മൾ ബാറ്ററി വിളിക്കുക. ബാറ്ററി രണ്ട് ടൈപ്പ് ഉണ്ട്, പ്രൈമറി ബാറ്ററി ഉണ്ട്, സെക്കൻഡറി ബാറ്ററി ഉണ്ട്. പ്രൈമറി ബാറ്ററി എന്ന് പറഞ്ഞാൽ നമുക്കത് ഒരൊറ്റ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ കെമിക്കൽ റിയാക്ഷൻ തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇലക്ട്രിക്കൽ എനർജി കിട്ടുമോ? കിട്ടില്ല. ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് വൺസ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ത്രോൺ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അവർ കുറച്ച് കഴിയുമ്പോൾ അത് നിന്ന് പോകും. അതിന് എക്സാമ്പിളാണ് ട്രൈസെല്ലും അതേമാതിരി ലെക്ലാഞ്ചി സെൽ, ട്രൈസെൽ ഓർ ലെക്ലാഞ്ചി സെൽ അല്ലെങ്കിൽ മെർക്കുറി സെൽ എന്നൊക്കെ പറയാൻ പറ്റും. ട്രൈസെൽ നമ്മൾ കാണുന്ന സാധാരണഗതിയിൽ നമ്മൾ റിമോട്ടിൽ കിട്ടുന്ന ബാറ്ററിയാണ് ട്രൈസെൽ. ഈ ട്രൈസെല്ലിൽ നമ്മൾ കാണാൻ പറ്റും. അതിൽ ആനോഡ് സിങ്ക് കണ്ടെയ്നർ ആണ്, അതിൽ കാത്തോഡ് കാർബൺ ഗ്രാഫൈറ്റ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ MnO2 ആൻഡ് കാർബൺ. ഓക്കെ, ഇവിടുത്തെ ഇലക്ട്രോലൈറ്റുകൾ നമുക്ക് പറയാം NH4Cl ആൻഡ് സിങ്ക് ക്ലോറൈഡ് ആണ്. ഇവിടെ ആനോഡത്തെ റിയാക്ഷൻ കാണാൻ പറ്റും, കാത്തോഡത്തെ റിയാക്ഷൻ കാണാൻ പറ്റും, ആൻഡ് ഇറ്റ് ഈസ് പ്രൊവൈഡിങ് എ സെൽ പൊട്ടൻഷ്യൽ ഓഫ് 1.5 വോൾട്ട് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതുമാതിരി രണ്ടാമത്തെ നമ്മൾ പറയുന്ന സെല്ലാണ് മെർക്കുറി സെൽ. നമ്മുടെ ബാറ്ററി സെല്ല് ചെറിയ എങ്ങനത്തെ സെല്ലുകൾ എന്ന് വെച്ചാൽ നമ്മൾ വാച്ചിലൊക്കെ യൂസ് ചെയ്യുന്ന സെല്ലുകളാണ് മെർക്കുറി സെൽ. ചെറിയ സെല്ലുകൾ നമുക്ക് കാണാൻ പറ്റും, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആനോഡ് എന്താ? സിങ്ക് മെർക്കുറി അമാൽഗമാണ്. കാത്തോഡ് പേസ്റ്റ് ഓഫ് HgO ആൻഡ് കാർബൺ ആണ്. ഇലക്ട്രോലൈറ്റ് പേസ്റ്റ് ഓഫ് KOH ആൻഡ് സിങ്ക് ഓക്സൈഡ് ആണ്. ഓക്കെ, ഇവിടുത്തെ ആനോഡത്തെ റിയാക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും, കാത്തോഡത്തെ റിയാക്ഷൻ കാണാൻ പറ്റും. ഒരു എന്ത് ചെയ്യുക? ഓവറോൾ റിയാക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഏകദേശം വരുന്ന സെൽ പൊട്ടൻഷ്യൽ ഏകദേശം 1.35 വോൾട്ട് ആണ് വരുന്നത്. ഓക്കെ, അതുമാതിരി സെക്കൻഡറി ബാറ്ററീസ് ആണ് നമുക്ക് റീചാർജ് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ബാറ്ററിയാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി. നമ്മൾ വീട്ടിൽ ഇൻവേർട്ടറിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ലെഡ് സ്റ്റോറേജ് ബാറ്ററിയും അതേമാതിരി നമ്മൾ മൊബൈൽസിലൊക്കെ യൂസ് ചെയ്തിരുന്ന നിക്കൽ കാഡ്മിയം ബാറ്ററി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇത് ലെഡ് സ്റ്റോറേജ് ബാറ്ററി ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ആനോഡ് ലെഡ് ആണ്, കാത്തോഡ് ഗ്രിഡ് ഓഫ് ലെഡ് പാക്ഡ് വിത്ത് ലെഡ് ഓക്സൈഡ് ആണ്. ഇവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് 38% ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇവിടുത്തെ ആനോഡത്തെ റിയാക്ഷൻ കാണാൻ പറ്റും, കാത്തോഡത്തെ റിയാക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, അതേമാതിരി ഇവിടുത്തെ ഓവറോൾ റിയാക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, റെഡി അല്ലേ?
ഇനി ഫ്യൂൽ സെൽ എന്ന് പറഞ്ഞാൽ കമ്പഷൻ ഓഫ് ഫ്യൂൾസ് കാരണം ദാറ്റ് ഇസ് എന്താ ചെയ്യുക ഹൈഡ്രജനും മീത്തേനും മെത്തനോളും ഇങ്ങനത്തെ ഫ്യൂൾസ് ഒക്കെ കമ്പഷൻ ചെയ്തിട്ട് അവിടുന്ന് കിട്ടുന്ന എന്ത് ചെയ്യുക എനർജിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും കമ്പഷൻ ചെയ്തിട്ട് വാട്ടർ കിട്ടും. നല്ലൊരു ഫ്യൂൽ സെല്ലാണ്. ഈ ഫ്യൂൽ സെല്ലിൽ ബൈ പ്രോഡക്റ്റ് ചെയ്യുന്ന വാട്ടറാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എൻവയറമെൻറ്റ് ഫ്രണ്ട്ലി എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, ദിസ് വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ഫ്യൂൽ സെൽസ് യൂസസ് ദ റിയാക്ഷൻ ഓഫ് ഹൈഡ്രജൻ വിത്ത് ഓക്സിജൻ ടു ഫോം വാട്ടർ. ഇൻ ദിസ് സെൽ എന്താ ചെയ്യുന്നത് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആർ ബബിൾഡ് ത്രൂ പോറസ് carbon electrodes into concentrated aqueous NaOH. Catalysts like finely divided platinum and palladium are used. Okay, ഇവിടെ എന്ത് ചെയ്യും it is used to convert energy of combustion like hydrogen, methane, methanol directly into electrical energy ആയി മാറ്റും. ഇവിടെ നമുക്ക് കാണാൻ ഹൈഡ്രജൻ ആനോഡ് ഹൈഡ്രജൻ പമ്പ് ചെയ്യുന്നുണ്ട്, അതേമാതിരി ഓക്സിജൻ പമ്പ് ചെയ്യുന്നുണ്ട്. ഇവർ കമ്പഷൻ ചെയ്തിട്ട് H2O എന്ത് ചെയ്യുന്നുണ്ട് ബൈ പ്രോഡക്റ്റായി പോകും. ഇവിടെ ആനോഡും കാത്തോഡും ഉള്ള റിയാക്ഷൻസ് ഇവിടെ കറസ്പോണ്ടിങ് റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓവറോൾ റിയാക്ഷൻ എന്താ H2 + O2 gives വാട്ടർ എന്ന് കാണാൻ കഴിയും. അതേമാതിരി ലാസ്റ്റ് ടോപ്പിക് കൊറോഷൻ. ഓക്കെ, കൊറോഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. കൊറോഷൻ പറഞ്ഞാൽ ഒന്നുമില്ല. കൊറോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പല മെറ്റലുകൾ എന്ത് ചെയ്യുക നമ്മൾ അറ്റ്മോസ്ഫിയറിലെ ഡസ്റ്റും അതേമാതിരി എന്ത് വേറെ പാർട്ടിക്കിൾസും വാട്ടറായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ അവിടെ റിയാക്ഷൻ നടക്കുകയും ആ മെറ്റൽ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഒരു ഫിനോമിനെയാണ് നമ്മൾ കൊറോഷൻ എന്ന് വിളിക്കുക. അതായത് ഇറ്റ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ ആൻഡ് ഫോർമേഷൻ ഓഫ് എൻ ഇലക്ട്രോ കെമിക്കൽ സെൽ ഓൺ ദ സർഫസ് ഓഫ് എനി മെറ്റൽ. ഓക്കെ, അത് അയണിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ റസ്റ്റിംഗ് എന്ന് പറയും. സാധാരണ നമ്മൾ അയണിൻ്റെ കേസ് നമ്മൾ സാധാരണ പറയാം. ഓക്കെ, അവിടെ ഒരു സ്ഥലത്ത് എന്തുണ്ടാകും ഓക്സിഡേഷൻ ഉണ്ടാകും, വേറെ സ്ഥലത്ത് നിന്ന് റിഡക്ഷൻ ഉണ്ടാകും. അവിടെ എന്താ സംഭവിക്കുന്നത് ഓക്സിഡേഷൻ ഓഫ് അയൺ ടേക്സ് പ്ലേസ് അറ്റ് ആനോഡ് ആൻഡ് അനദർ ലൊക്കേഷൻ റിഡക്ഷൻ ഓഫ് ഓക്സിജൻ ടേക്സ് പ്ലേസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം ആദ്യം Fe എന്തായി മാറും Fe2+ ആയി മാറും. പിന്നെ ഓക്സിജൻ്റെ പ്രസൻസിൽ Fe2+ എന്തായി മാറും Fe3+ ആയി മാറും. Fe3+ മോയ്സ്ചറായിട്ട് റിയാക്ട് ചെയ്തിട്ട് Fe2O3.XH2 ആവും. അതാണ് നമ്മൾ റസ്റ്റ്. അപ്പോൾ ആനോഡത്തെ റിയാക്ഷൻ കാണാൻ പറ്റും Fe2+ ആകും. കാത്തോഡിൽ O2 എന്തായി മാറുന്നുണ്ട് H2O ആയി മാറുന്നുണ്ട്. ഇങ്ങനത്തെ റിയാക്ഷനാണ് നമ്മൾ കാണുക. ഇത് കാരണം എന്ത് ചെയ്യുക റസ്റ്റ് ഫോം ചെയ്യുകയും നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ കയ്യിലുള്ള അയൺ മെറ്റൽ കേട് നിന്ന് പോകുന്നേ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പല ടെക്നിക്ക് ഉണ്ട്. ഒരു ടെക്നിക്ക് എന്താ ഗാൽവനൈസേഷൻ ആണ്. ദാറ്റ് ഈസ് റസ്റ്റിംഗ് ഓഫ് അയൺ ക്യാൻ ബി അവോയ്ഡഡ് ബൈ പെയിൻറ്റിങ് ഇറ്റ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പെയിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓർ ബൈ കോട്ടിങ് ഇറ്റ് വിത്ത് സം മെറ്റൽസ് ലൈക്ക് സിങ്ക് അതിലെ മെറ്റലിനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സിങ്ക് ആദ്യം ഓക്സിഡൈസ് ചെയ്ത് പോകും. അതുകൊണ്ട് ആ ഒരു ടെക്നിക്കിനെ നിങ്ങൾ എന്ത് വിളിക്കുക ഗാൽവനൈസേഷൻ എന്ന് വിളിക്കാം അല്ലേ. ആസ് എ ടെൻഡൻസി ഓഫ് സിങ്ക് ടു ഗെറ്റ് ഓക്സിഡൈസ് ഇസ് മോർ ദാൻ അയൺ, ഇറ്റ് ഗെറ്റ് ഓക്സിഡൈസ് in preference and iron is protected. This method of protecting one metal by another metal is known as cathodic protection എന്നൊക്കെ നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഓക്കെ ഒന്ന് നിങ്ങൾ ഈ ചാപ്റ്റർ കാര്യമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യാം ഗാൽവനിക് സെല്ല് കറക്റ്റ് അറിയണം. ഗാൽവനിക് സെല്ല് അവിടുത്തെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നന്നായി അറിയണം. അതേമാതിരി EMF കണ്ടെത്തണം. ഓക്കെ, അതേമാതിരി അവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നേൺസ്റ്റ് ഇക്വേഷൻ വെച്ച് നമ്മൾ കണ്ടെത്തുന്ന രീതികൾ. പിന്നെ നമ്മൾ എന്ത് പഠിക്കണം ഇലക്ട്രോലിസിസ് പഠിക്കണം. ഇലക്ട്രോലിസിസ് ആൻഡ് ഇറ്റ്സ് പ്രോഡക്ട്സ് പഠിക്കണം. പിന്നെ നമ്മൾ ഫാരഡേസ് ലോ വെച്ചുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. നേൺസ്റ്റ് ഇക്വേഷനും ഫാരഡേസ് ലോ വെച്ച് നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവും ഈ ചാപ്റ്ററിൽ. ലാസ്റ്റ് വൺ എന്താണ് മോളാർ കണ്ടക്ടിവിറ്റിയും അവരെ വേരിയേഷൻ കോൾട്രാഷസ് ലോവും അത് നമ്മൾ പഠിച്ചു പോകാം. അതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ. അത് നന്നായി ഫോക്കസ് ചെയ്താൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് സ്കോർ ചെയ്യാൻ പറ്റും ഈ ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കണം. അപ്പോൾ ഓരോരോ പ്രോബ്ലംസായി നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം എല്ലാവരും ഒന്ന് വായിച്ചു നോക്കൂ, നമുക്ക് നോക്കാം. സോ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത് പറയുന്നത് ദ മോളാർ conductance of NaCl, HCl and CH3CONa at infinite dilution are 126 ആണ് കേട്ടോ. അത് 126.45, 426.16 and 91 Siemens centimeter square mole inverse എന്ന് പറഞ്ഞിട്ടുണ്ട്. റെസ്പെക്റ്റീവ്ലി ദ മോളാർ കണ്ടക്ടൻസ് ഓഫ് അസിറ്റിക് ആസിഡ് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്, ബാക്കി എല്ലാം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കണ്ട് ദ മോളാർ കണ്ടക്ടൻസ് ഓഫ് അസിറ്റിക് ആസിഡ് ആണ് അല്ലേ. ദാറ്റ് ഈസ് മോളാർ കണ്ടക്ടൻസ് ഓഫ് അസിറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഈസ് എന്താണ് കണ്ടക്ടിവിറ്റി ഓഫ് CH3COO- പ്ലസ് കണ്ടക്ടിവിറ്റി ഓഫ് H+ ആണ് അല്ലേ. അപ്പോൾ ഇതാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടി ഈ ഒരു ടേം കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് തന്ന ഓരോരോ ഇലക്ട്രോലൈറ്റിനെ നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റും മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് Na അല്ലേ. ഓക്കെ, ഫസ്റ്റ് വന്ന മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl ഉണ്ട്. പിന്നെ എന്തുണ്ട് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് HCl ഉണ്ട്. പിന്നെ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എന്തുണ്ട്
CH3 COON ഇതൊക്കെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആണ്. സോ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ എന്താണ് കണ്ടക്ടിവിറ്റി ഓഫ് Na പ്ലസ് കണ്ടക്ടിവിറ്റി ഓഫ് Cl മൈനസ്, ഇവിടെ കണ്ടക്ടിവിറ്റി ഓഫ് H പ്ലസ് പ്ലസ് കണ്ടക്ടിവിറ്റി ഓഫ് Cl മൈനസ് ഉണ്ട് അല്ലേ. അതേമാതിരി ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും കണ്ടക്ടിവിറ്റി ഓഫ് CH3 COO മൈനസ് പ്ലസ് കണ്ടക്ടിവിറ്റി ഓഫ് എന്തുണ്ട് Na പ്ലസ് ഉണ്ട് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ ആർക്ക് കിട്ടേണ്ടത് നോക്കുക. നമുക്ക് വേണ്ടത് CH3 CO മൈനസും വേണം, അതേമാതിരി H പ്ലസും വേണം, H പ്ലസും വേണം. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് എന്തിടാം NaCl എക്സ്ട്രാ ഉണ്ടാവും. സോ 1 2 3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി 2 + 3 -1 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 2 + 3 -1 ചെയ്താൽ മതി. അപ്പോൾ 1ൻ്റെ വാല്യൂ 126.45 ആണ്, ഇയാളുടെ വാല്യൂ 426.16 ആണ്, ഇയാളുടെ വാല്യൂ 91 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിനെ വാല്യൂ കിട്ടണമെങ്കിൽ 426.16 + 91 - 126.45 ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് ഓൾമോസ്റ്റ് ഏകദേശം 319.71 ആൻസർ കിട്ടും. സോ ദ ഓപ്ഷൻ വിൽ ബി ബി. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ മെത്തേഡിൽ നമ്മൾ കോൾട്രാഷസ് ലോ വെച്ചിട്ട് നമുക്ക് വീക്കായ ഇലക്ട്രോലൈസിൻ്റെ ഇൻഫൈനൈറ്റ് ഡൈല്യൂഷനുള്ള ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ നമ്പർ ഓഫ് ഫാരഡേസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 20 gram ഓഫ് കാൽഷ്യം ആണ് അല്ലേ. കാൽഷ്യം ക്ലോറൈഡ് നമുക്കറിയാം Ca2 + 2Cl - ഓക്കെ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കാൽഷ്യം കിട്ടണം. നമുക്കറിയാം കാൽഷ്യം 2+ നിന്ന് 2 ഇലക്ട്രോൺ അല്ലേ, 2 മോൾ ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്താൽ കാൽഷ്യം കിട്ടും. ദാറ്റ് ഈസ് ഇവിടെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് 2 ഫാരഡെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മോൾ കാൽഷ്യം കിട്ടും. 1 മോൾ കാൽഷ്യം 14 gram ആണ്. നിങ്ങൾ ചോദ്യം 20 gram ആണ്. 20 gram ആണെങ്കിൽ എത്ര ഫാരഡെ പ്രൊവൈഡ് ചെയ്യണം, 1 ഫാരഡെ പ്രൊവൈഡ് ചെയ്താലാണ് നിങ്ങൾക്ക് 20 gram കാൽഷ്യം കിട്ടുക. സോ ദ ആൻസർ ഈസ് 1 ആൻഡ് ദ ഓപ്ഷൻ ഈസ് സി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് വൺ, ഓൺ ഇലക്ട്രോളിസിസ് ഓഫ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ഡൈല്യൂട്ട് H2SO4 ആണ് യൂസ് ചെയ്തത് യൂസിങ് പ്ലാറ്റിനം ഇലക്ട്രോഡ്സ്. പ്രോഡക്റ്റ് ഒബ്റ്റെയിൻ അറ്റ് ആനോഡ്. ഓക്കെ, ആനോഡിൽ കാത്തോഡിൽ ഹൈഡ്രജനും ആനോഡിൽ ഓക്സിജനും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ദ ആൻസർ ഈസ് ഡി. ഓക്സിജൻ ഗ്യാസ് ആണ് നിങ്ങൾക്ക് ആനോഡിൽ കിട്ടുക എന്ന് പറയാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് വൺ, അതായത് ദ പൊട്ടൻഷ്യൽ ഫോർ ദ സെൽ. ഓക്കെ, ഇങ്ങനത്തെ സെല്ല് തന്നിട്ടുണ്ട്. അപ്പോൾ സെല്ല് തന്നിട്ടുണ്ടെങ്കിൽ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ ആണെങ്കിൽ E cell is equal to E0 സെൽ. ടെമ്പറേച്ചർ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സാധാരണഗതിയിൽ 25 ഡിഗ്രി സെൽഷ്യസ് എന്ന രീതിയിൽ -0.0591/n എന്ന രീതിയിൽ ലോഗ് Q എന്ന രീതിയിൽ പറഞ്ഞു പോകാൻ പറ്റും. റെഡി അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ആദ്യം E0 സെല്ല് എന്ന് പറയുമ്പോൾ E0 കാത്തോഡ് മൈനസ് E0 ആനോഡാണ്. കാത്തോഡ് അയൺ ആണ്. അയൺ ഈസ് -0.42 ഓക്കെ -0.72 ആണ്. 52 62 72 ദിസ് 30 ആണ് വരിക. ഇതാണ് E0 സെല്ല് വരിക അല്ലേ. അതേമാതിരി ഇവിടെ നമ്മൾ റിയാക്ഷൻ ചെയ്തപ്പോൾ നമുക്കറിയാം Cr എന്തായി മാറുന്നുണ്ട്, Cr3+ 3 ഇലക്ട്രോണായി മാറുന്നുണ്ട്. അതേമാതിരി Fe2+ 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ട് എന്താകുന്നുണ്ട്, Fe ആയി മാറുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആനോഡത്തെ റിയാക്ഷൻ, ഇതാണ് കാത്തോഡ്സ് റിയാക്ഷൻ. ഈ ഓവറോൾ റിയാക്ഷൻ നിങ്ങൾ ആഡ് ചെയ്യണം. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇലക്ട്രോൺസിന് എണ്ണം സെയിം ആക്കണം. ഇവിടെ *2 ചെയ്യണം, ഇവിടെ *3 ചെയ്യണം. അപ്പോൾ ഓവറോൾ സെൽ റിയാക്ഷൻ എങ്ങനെ വരും, ഓവറോൾ സെൽ റിയാക്ഷൻ വിൽ ബി 2Cr + 3Fe2+ gives എന്താണ് 2Cr3+ 3Fe വരും അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് സോളിഡാണ്, ഇത് അക്വസ് ആണ്, ഇത് സോളിഡാണ് അല്ലേ. നമ്മൾ റിയാക്ഷൻ കോഷ്യൻ എഴുതുമ്പോൾ Q നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ വരിക, Cr3+ raised to 2/2 ഇങ്ങനെ വരിക, Cr2+ 2/Fe2+ raised to 3 ആണ് വരിക അല്ലേ, raised to 3 ആണ് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ E cell is equal to 0 - 0.06/6 into log of നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും, log of നമുക്ക് ഏകദേശം പിന്നെ Cr3+ 0.1 10 raised to -1 10 raised to -2 വരും. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ എത്ര 10 raised to -2 ആണ്, 10 raised to -6 വരും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഇതൊന്ന് കട്ട് ചെയ്താൽ 10 raised to -4 വരും. ഇങ്ങോട്ട് വരുമ്പോൾ എത്ര കിട്ടും, ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന വാല്യൂ എത്ര വരും, 10 raised to -6 10 raised to 4 വരും. 4 വരുമ്പോൾ ഏകദേശം നമുക്കൊരു ആൻസർ വരിക എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് ഈക്വൽ ടു 4 0.01 into
comes 4, it will be answer will be equal to sorry E0 സെല്ല് ഇവിടെ നമുക്ക് തെറ്റ് പറ്റി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക E0 സെല്ല് 0 അല്ലല്ലോ അല്ലേ ഓക്കെ E0 സെല്ല് എത്ര നമ്മൾ ചെയ്തിട്ട് കിട്ടിയത് അറിയാതെ എത്ര 0.30 അല്ലേ 0.30 മൈനസ് അല്ലേ 0.30 മൈനസ് എത്ര വരും ഇവിടെ 6 ഉണ്ടായിന് അല്ലേ അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഓക്കെ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ഏകദേശം 0.04 അല്ലേ ഇത് 0.04 കിട്ടുന്നതാണ് അല്ലേ ഇതൊന്ന് കട്ട് ചെയ്യുമ്പോൾ 0.01 ഇവിടെ 4 ഇങ്ങനെ വരും ദാറ്റ് ഈസ് ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് ഈക്വൽ ടു പ്ലസ് 0.26 വോൾട്ട് ആണ് വരിക ഓക്കെ ആൻഡ് ഓപ്ഷൻ ഈ സി ഓക്കെ സി ഓപ്ഷൻ വരുന്നതാണ് കേട്ടോ സി ഓപ്ഷൻ വരുന്നതാണ് അപ്പോൾ ശ്രദ്ധിക്കുക തെറ്റിപ്പോയത് ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് കറക്റ്റ് ഡിക്രീസിങ് ഓർഡർ ഓഫ് റെഡ്യൂസിങ് പവർ ആണ് ഓക്കെ റെഡ്യൂസിങ് പവർ എന്ന് പറഞ്ഞാൽ ഓക്കെ കുറച്ച് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട് അലുമിനിയത്തിന് തന്നിട്ടുണ്ട് സിൽവർ തന്നിട്ടുണ്ട് പൊട്ടാസ്യം തന്നിട്ടുണ്ട് ക്രോമിയം തന്നിട്ടുണ്ട് എന്നിട്ട് അവർ ചെയ്യുക റെഡ്യൂസിങ് പവർ ആണ് ഡിക്രീസിങ് ഓർഡർ ആണ് റെഡ്യൂസിങ് പവർ പറഞ്ഞാൽ എന്താ ഓക്സിഡേഷൻ നടക്കാനുള്ള കപ്പാസിറ്റി ആണ് അല്ലേ ഓക്സിഡേഷൻ നടക്കാനുള്ള കപ്പാസിറ്റി അപ്പോൾ ഓക്സിഡേഷൻ നടക്കാനുള്ള അലൂമിനിയം ഉണ്ട് സിൽവർ ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് ക്രോമിയം ഉണ്ട് അല്ലേ ഇവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നത് അപ്പോൾ നമുക്ക് അവർ എന്ത് ചെയ്യുക ഓക്സിഡേഷൻ സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആക്കുക അലുമിനിയത്തിന് എത്രയാണ് അവർ പറഞ്ഞത് അത് മൈനസ് ഉള്ളത് പ്ലസ് 1.66 വോൾട്ട് സിൽവർ മൈനസ് 0.80 വോൾട്ട് സൈൻ മാറ്റാണ് അത് ക്രോമിയം പൊട്ടാസ്യം എത്ര വരുന്നത് പ്ലസ് 2.93 ആൻഡ് ലാസ്റ്റ് വൺ ക്രോമിയമാണ് അലുമിനിയം സിൽവർ പൊട്ടാസ്യം ക്രോമിയം എത്ര വരിക ക്രോമിയം ഇറ്റ് ഈസ് പ്ലസ് 0.74 അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഓക്സിഡേഷൻ നടക്കുന്ന ആളാണ് നല്ല റെഡ്യൂസിങ് ഏജൻറ്റ് ഏറ്റവും നല്ല രീതിയിൽ ഓക്സിഡേഷൻ നടക്കുക പൊട്ടാസ്യമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അലൂമിനിയമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതാണ് ക്രോമിയമാണ് ലാസ്റ്റാണ് സിൽവർ വരിക ഇങ്ങനെയാണ് ഏറ്റവും അധികം ഓക്സിഡേഷൻ നടക്കുന്നത് അപ്പോൾ ഏറ്റവും അധികം ഓക്സിഡേഷൻ നടക്കുന്ന ആളാണ് നല്ല റെഡ്യൂസിങ് ഏജൻറ്റ് അപ്പോൾ പൊട്ടാസ്യം ഗ്രേറ്റർ ദാൻ അലുമിനിയം ഗ്രേറ്റർ ദാൻ ക്രോമിയം ഗ്രേറ്റർ ദാൻ സിൽവർ വരിക സോ ദ ഓപ്ഷൻ ഈസ് ബി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഓക്കെ നെക്സ്റ്റ് വൺ അടുത്ത നമുക്ക് നോക്കാം കാൽക്കുലേറ്റ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് എ സെൽ നൊട്ടേഷൻ എന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നോക്കണം ദാറ്റ് ഈസ് EMF നോക്കണം നമുക്കറിയാം എന്താ ഇ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591 n ഇൻറ്റു ലോഗ് ക്യൂ ആണ് വരിക അല്ലേ അപ്പോൾ ഈ റിയാക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക E0 സെല്ലിൽ അവർ 4 എന്ന് തന്നിട്ടുണ്ട് ഈ റിയാക്ഷനിൽ എന്ത് ചെയ്യുക എന്ത് ചെയ്യുന്നുണ്ട് M2++2 ഇലക്ട്രോൺ ഇത് ആനോഡത്തെ റിയാക്ഷൻ ആണ് കാത്തോഡത്തെ റിയാക്ഷൻ എന്താ M2+ 2 ഇലക്ട്രോൺ സ്വീകരിച്ചിട്ട് M ആകുന്നുണ്ട് ഇവിടുത്തെ കോൺസെൻട്രേഷൻ 10⁻⁻² ആണ് ഇവിടുത്തെ കോൺസെൻട്രേഷൻ 10⁻⁻⁻ എത്രയാണ് 10⁻⁻4 ആണ് വരുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ക്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും M2+/M2+ ആണ് ദാറ്റ് ഈസ് 10⁻²/10⁻⁴ വരിക ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻² ആണ് ക്യൂ വരിക അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക E സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ 4 minus 0.06/2 into log of 10⁻²2 ആണ് വരിക അപ്പോൾ ഇതൊന്ന് ചെയ്യുമ്പോൾ 2 2 കട്ടാവും ദാറ്റ് ഈസ് 4 minus 0.06 ആണ് വരിക ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് ഈക്വൽ ടു 3.94 വോൾട്ട് ആണ് വരിക സോ ദ ഓപ്ഷൻ ഈസ് എ ഓപ്ഷൻ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഓക്കെ അങ്ങനെ ചെയ്ത് നോക്കുക സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ് ഇനി അതേമാതിരി ഫോർ എ സെൽ ഇൻവോൾവിങ് 1 ഇലക്ട്രോൺ E0 ഓക്കെ ദാറ്റ് ഈസ് E0 സെല്ല് തന്നിട്ടുണ്ട് അത് എത്രയാണ് 0.59 കെൽവിൻ ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് ചോദ്യം ഓക്കെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അപ്പോൾ നമുക്കറിയാം E0 സെൽ ഈസ് ഈക്വൽ ടു 0.0591/n ഇൻറ്റു ലോഗ് കെ ആണ് വരിക ദറ്റ് ഈസ് 0.0591/n ഇൻറ്റു ലോഗ് കെ ആണ് എന്ന് നമുക്കറിയാം ഇറ്റ് ഈസ് അവർ പറഞ്ഞിട്ടുണ്ട് 1 ഇലക്ട്രോൺ ഇൻവോൾവ് ചെയ്ത് അപ്പോൾ 1 ആണ് ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ 10 ടൈംസ് ആണിത് സോ ലോഗ് കെ ഈസ് 1 സോ കെ ഈസ് 1 ഇൻറ്റു അല്ലേ എന്താണ് നമുക്ക് ലോഗ് കെ 1 അല്ല 10 ആണ് അല്ലേ 10 ആണ് നമുക്ക് എന്ത് പറയാൻ പറ്റും ആൻസർ വിൽ ബി കെ എന്ന് പറയുമ്പോൾ 10⁻10 ഏകദേശം ദ ആൻസർ വിൽ ബി 1 ഇൻറ്റു 10⁻10 ആൻഡ് ഓപ്ഷൻ വിൽ ബി ഏത് വരും ബി വരുന്നതാണ് അല്ലേ ബി കിട്ടുന്നതായി നമുക്ക് കാണാൻ പറ്റും ഇനി അതേമാതിരി എന്ത് ചെയ്യുക നെക്സ്റ്റ് വൺ ദ സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി അല്ലേ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട് ഈ റിയാക്ഷനിൽ അവർ ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് ആണ് അല്ലേ E0 സെല്ലും തന്നിട്ടുണ്ട് ഓക്കെ ഡെൽറ്റ G നോട്ട് ഈസ് ഈക്വൽ ടു -NF ഇൻറ്റു E0 സെല്ലാണ് മൈനസ് മൈനസ് n എന്ന് പറഞ്ഞാൽ എത്രയാണ് 2 ആണ് വരിക ഫാരഡേ 96500 ഇൻറ്റു E0 എന്ന് പറഞ്ഞാൽ എത്ര
0.24 ആണ് വരും അല്ലേ. അപ്പോൾ ഏകദേശം ചെയ്യുമ്പോൾ എത്ര കിട്ടും? പിന്നെ 48 ഇൻറ്റു 965 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് 965 ഇൻറ്റു 48 40 that is 42 48 52 64 72 72 75 77 2 26 ഓൾമോസ്റ്റ് ഈ റേഞ്ചിലൊക്കെ വരും. ഓക്കെ, ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിൽ ഏകദേശം വരും. ഓക്കെ, എന്ന് വെച്ചാൽ 46 മൈനസ് 46320 ജൂൾ വരും. നമ്മൾ കിലോ ജൂൾക്കാക്കുമ്പോൾ മൈനസ് 46.32 കിലോ ജൂൾ എന്ന ആൻസർ വരുന്നതാണ് അല്ലേ. സോ ദ ഓപ്ഷൻ വിൽ ബി ഡി എന്ന് പറയാൻ പറ്റും അല്ലേ. ഡി ഓപ്ഷൻ നമുക്ക് കിട്ടുന്നതാണ്. ഇടില്ലേ. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ. ദ മോളാർ കണ്ടക്ടേഴ്സ് അറ്റ് ഇൻഫൈനൈറ്റ് ഡൈല്യൂഷൻ ഫോർ ദ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് NaOH NaCl BaCl2 എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത് അല്ലേ. ഇവർ പറഞ്ഞത് BaOH ടൈസിൻ്റെ കണ്ടക്ടിവിറ്റി കണ്ടെത്താൻ അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, പിന്നെ ഈ സംഭവം കൂടി നമുക്ക് ചെയ്ത് നോക്കണം അല്ലേ. പിന്നെ ഇതുള്ളത് പിന്നെ 2 ക്വസ്റ്റ്യൻസും കൂടി അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞെന്താ നമുക്ക് വരുന്നത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എന്താ BaOH ട്വൈസ് ആണ് പറഞ്ഞത്. സോ ഇറ്റ് വിൽ ബി മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് Ba2++ മോളാർ 2 ഇൻറ്റു മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എന്തായിക്കാരം OH മൈനസ് ആയിക്കാരം അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം നോക്കാം. NaOH ഉണ്ട്, ഞാൻ നേരെ എഴുതി പോവാണ്. NaOH ഉണ്ട്, NaOH Na+ ഉണ്ട്, OH മൈനസ് ഉണ്ട്. പിന്നെ NaCl ഉണ്ട്, NaCl എന്തൊക്കെ ഉണ്ട്, Na+ ഉണ്ട്, Cl മൈനസ് ഉണ്ട്. പിന്നെ BaCl2 ഉണ്ട്, ഇതിലെന്തൊക്കെ ഉണ്ട്, Ba2+ ഉണ്ട്, 2Cl മൈനസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ NaOH ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, Ba2+ വേണം, പിന്നെ 2 ടൈംസ് ഇത് വേണം അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിന് ഇൻറ്റു 2 ചെയ്യണം, 2 ടൈംസ് വായിച്ചോണം. അപ്പോൾ 1 2 3. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 1 + 2 ഇൻറ്റു 1 ചെയ്യുക, +3 ചെയ്യുക. അപ്പോൾ ഇതിൽ ബാക്കി എന്തുണ്ടാവും, 2Cl ഉണ്ടാവും അല്ലേ, 2Cl ഉണ്ടാവും, 2Na ഉണ്ടാവും, 2Cl 2Na. അപ്പോൾ 2 ഇൻറ്റു മൈനസ് 2 ഇൻറ്റു 2 ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉത്തരം കിട്ടണമെങ്കിൽ എന്ത് 2 ടൈംസ് ഇൻറ്റു 1 + 3 മൈനസ് 2 ടൈംസ് 2 ഇൻറ്റു 3 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 1 ഏതാ വരുന്നത്, NaOH അല്ലേ. 2 ഇൻറ്റു 248 ഇൻറ്റു 10⁻⁻⁴ +3 എത്ര വരുന്നത്, 218 ഇൻറ്റു 10⁻⁻⁴ മൈനസ് 2 ഇൻറ്റു 126 ഇൻറ്റു 10⁻⁻⁴. ഓക്കെ, ഇവിടെ ഓൾറെഡി എന്തുണ്ടാവും, 10⁻⁻⁴ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് എത്ര കിട്ടും, 2 ഇൻറ്റു 248 248 ഇൻറ്റു 2 496 + 218 മൈനസ് 12 അല്ലേ, 26 2 12 1 4 5 252 അല്ലേ. നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം എത്ര കിട്ടുമെന്ന് വെച്ചാൽ 496 പ്ലസ് ഏകദേശം 524 വരും കേട്ടോ. 524 ഇൻറ്റു 10⁻⁻⁴ ആണ് നമുക്ക് ആൻസർ വരിക. സോ ദ ഓപ്ഷൻ വിൽ ബി ഡി. ഓക്കെ, ഇത് വളരെ എന്ത് ചെയ്യുക, സ്റ്റെപ്സ് ഒക്കെ ഞാൻ കുറച്ചിട്ടുണ്ട്, ഇങ്ങനെ നേരെ ചെയ്ത് പോയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഡി ഓപ്ഷനാണ് നമുക്ക് ആൻസറായി വരുന്നത്. ഓക്കെ, റെഡി അല്ലേ. ഇനി ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. പിന്നെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് തന്നിട്ടുണ്ട്, നിക്കൽ തന്നിട്ടുണ്ട്, അയൺ തന്നിട്ടുണ്ട് റെസ്പെക്റ്റീവ്ലി. X+, ഇവിടെ എന്താ X+, Y2+ ഗീവ്സ് എന്താണ്, X2++ Y ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എക്സ് എന്ത് ചെയ്യണം, എക്സ് ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യണം, Y എന്ത് ചെയ്യണം, റിഡക്ഷൻ അണ്ടർഗോ ചെയ്യണം. റിഡക്ഷൻ അണ്ടർഗോ ചെയ്യണം ഏറ്റവും റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ആൾ ഇതിൽ നോക്കുക. ഏറ്റവും അധികം റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ആൾ ഇതിൽ വരുന്നത് നിക്കലാണ്. അപ്പോൾ Y എന്താ, നിക്കലാണ്. ഇനി എക്സ് എന്ത് ചെയ്യണം, ഓക്സിഡേഷൻ നടക്കണം. ഓക്സിഡേഷൻ നടക്കണമെങ്കിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടണം, റിഡക്ഷൻ പൊട്ടൻഷ്യൽ വളരെയധികം കുറയണം. റിഡക്ഷൻ പൊട്ടൻഷ്യൽ വളരെയധികം കുറവുള്ള ആരാ, സിങ്കാണ്. അപ്പോൾ ഏതാ വരിക, എക്സ് സിങ്കും Y നിക്കലും ആണ് വരിക അല്ലേ. അപ്പോൾ ഇങ്ങനെ വരും. ദാറ്റ് ഈസ് ഏതാ വരിക, ഡി ആണ് വരിക, ഡി ഓപ്ഷൻ ആണ് വരിക. ഓക്കെ, റെഡി അല്ലേ. ഇനി അതേമാതിരി ഡ്യൂരിങ് ദ ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ദ ടൈം റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 0.10 മോൾ ഓഫ് ക്ലോറിൻ ഗ്യാസ് യൂസിങ് എ കറന്റ് ഓഫ് 3 ആംപിയർ ആണ് അല്ലേ. എത്ര സമയം എടുത്തെന്ന ചോദ്യം അല്ലേ. അപ്പോൾ നമുക്കറിയാം W = E × I × T/96500. മോൾസ് ചോദിച്ചത് കൊണ്ട് നമ്മൾ W/E = I × T/96500 എന്ന് പറയാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, W/E
പിന്നെ ഇവിടെ മോളാർ മാസ് ഇൻറ്റു എൻ ഫാക്ടർ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി ബൈ 96500. അപ്പോൾ ഇതെന്തായി? ഇത് നമ്പർ ഓഫ് മോൾസ് ആയില്ലേ? അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ക്ലോറിൻ ഇൻറ്റു എൻ ഫാക്ടർ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി ബൈ 96500. എത്ര നമ്പർ ഓഫ് മോൾസ് പറഞ്ഞത്? 0.10 മോൾസ് ആണ്. ഇതിൽ എൻ ഫാക്ടർ വരിക 2 ആണ്. ഐ എത്ര വരിക? 3 ആംപിയർ ആണ്. ടൈം നമുക്കറിയില്ല. ബൈ 96500. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു എത്ര വരും? 0.2 ഇൻറ്റു 96500 ബൈ 3 ഇൻറ്റു ടൈം ഇറ്റ് വിൽ ബി ഇൻ സെക്കൻഡ്സ് ബൈ 60 ചെയ്താൽ എത്ര കിട്ടും? മിനിറ്റ് ആകും. അത് ചെയ്ത് നോക്കാം. ഓൾമോസ്റ്റ് ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് 107 വരും. ഓൾമോസ്റ്റ് 110 മിനിറ്റിൻ്റെ അടുത്ത് നമുക്ക് ഉത്തരം കിട്ടുന്നതായി കാണാൻ പറ്റും. ഓക്കെ, റെഡി അല്ലേ? ഇനി അതേമാതിരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് എനർജി ഓഫ് കമ്പഷൻ ഓഫ് ഫ്യൂൾസ് ലൈക്ക് ഹൈഡ്രജൻ ആൻഡ് മീഥേൻ ഡയറക്ട്ലി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്യൂൽ സെൽ ആൻഡ് ദ ഓപ്ഷൻ ഈസ് ഡി എന്ന് പറയാൻ പറ്റും. Next one, the weight of silver, atomic weight 108, displaced by a quantity of electricity which replaces 5600 ml of oxygen. മക്കളെ 5.6 liter O2 at STP എന്ന് പറഞ്ഞാൽ അത് എത്രയാണ് അറിയോ? It is 0.25 mole of O2 and it is എത്രയാണ്? 8 gram ആണ്. 8 gram ആണ്. ഓക്കെ, നമുക്ക് പറയാൻ പറ്റും weight of silver by equivalent weight of silver will be equal to weight of oxygen by equivalent weight of oxygen. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഓക്സിജൻ എത്ര ഡിസ്പ്ലേസ് ചെയ്ത് 8, ഓക്സിജൻ്റെ ഇക്വലന്റ് മാസും അതും 8 ആണ്. ഓക്കെ, സിൽവറിൻ്റെ എത്ര ഡെപ്പോസിറ്റ് ചെയ്ത് അറിയില്ല, പക്ഷേ സിൽവറിൻ്റെ എന്ത് ചെയ്യുക? സിൽവറിൻ്റെ ഇക്വലന്റ് മാസ് 108 ആണ് വരുന്നത്. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ വെയിറ്റ് ഓഫ് സിൽവർ വിൽ ബി ഈസ് ഈക്വൽ ടു 108 gram എന്ന് നമുക്ക് കിട്ടുന്നതാണ്. സോ ദ ഓപ്ഷൻ വിൽ ബി ഡി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അതേമാതിരി when 0.1 mole of MnO4 minus is oxidized, the quantity of electricity required to completely convert, that is MnO4 2 minus എന്താക്കി മാറ്റണം? MnO4 minus ആക്കാം. that is ഇവിടെ +6 ഓക്സിഡേഷൻ സ്റ്റേജിൽ നിന്ന് അങ്ങോട്ട് പോകണം, +7ക്ക് പോകണം. സോ എന്ത് ചെയ്യണം അല്ലേ? +6ന്ന് +7ക്ക് പോകണം. സോ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്ന കേസാണ്. ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. സോ 1 മോൾ ഇലക്ട്രോൺ വേണം. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 1 മോൾ ആണെങ്കിൽ ഇവിടെ 1 ഫാരഡേ വേണം. പക്ഷേ ഇവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇത് 1 മോൾ അല്ല, ദിസ് ഈസ് 0.1 മോൾ ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. 0.1 മോൾ ആയതുകൊണ്ട് എത്ര? 96500 കൂളും വേണ്ടി വരില്ല. 96500 ഇൻറ്റു 0.1 and the answer will be 9650 കൂളും ആയിരിക്കും. ഓക്കെ, the option will be C ഓപ്ഷൻ നമുക്ക് സാധാരണഗതിയിൽ വരുന്നത് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നും കൂടി സമയത്ത് ഒന്നുകൂടി ചെയ്തു നോക്കുക. അതൊക്കെ നമ്മൾ ചെയ്ത് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. വളരെ സിമ്പിളായ ഭാഗങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പോവുക. വളരെ ഈസി ആയ ചാപ്റ്ററും കൂടിയാണിത്. അപ്പോൾ ഈ നീറ്റ് നിങ്ങൾ ഓർക്കുക, ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. നീറ്റിൻ്റെ ക്രാഷ് ബാച്ചുകൾ യൂണിവേഴ്സൽ 20th മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേമാതിരി കീബിൻ്റെ ക്രാഷ് ബാച്ചുകൾ 27th മാർച്ചിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേമാതിരി നീറ്റിൻ്റെയും ജെയിൻ്റെയും റിപ്പീറ്റേഴ്സ് ക്ലാസ്സുകൾ എന്ത് ചെയ്യും? ജൂൺ 2025 ഫസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളുണ്ട്. നിങ്ങൾക്ക് +1 +2 കൂടെ തന്നെ എൻട്രൻസോട് കൂടി ഫസ്റ്റ് ടൈം തന്നെ ക്രാക്ക് ചെയ്ത് പോകാം. ഇനി ജെയിൻ ആസ്പിരൻ്റ് ആണെങ്കിൽ ഓൺലൈൻ ജെയി ബാച്ചുകളുണ്ട്. അതേമാതിരി +1 +2 കോളേജ് ബാച്ചുകളുണ്ട്. നിങ്ങൾക്ക് സ്കോളർഷിപ്പോട് കൂടി പഠിക്കണമെന്നുണ്ടെങ്കിൽ April 2 കണ്ടക്ട് ചെയ്യുന്ന യൂണിവേഴ്സൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ നിങ്ങൾ നല്ല മാർക്ക് കൂടി പാസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് പഠിക്കാം. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നല്ല രീതിയിൽ പഠിക്കുക. സോ താങ്ക് യു എവരി വൺ.